വാണിയക്കാർ ഗ്രൂപ്പിലെ എന്തെല്ലാം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. വാണിയക്കാർ ഗ്രൂപ്പ് കഴിഞ്ഞ 3 ആഴ്ചകളിലായിട്ട് നമ്മുടെ എന്തെല്ലാം എന്നുള്ള അഭിമുഖ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിപാടിയുടെ 4ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ടുള്ളത് ബഹുമാനപ്പെട്ട CK തോട്ടക്കുനി, CK കുഞ്ഞമ്മദ് മാഷ്, CK തോട്ടക്കുനി എന്നറിയപ്പെടുന്ന CK കുഞ്ഞമ്മദ് മാഷാണ്. കുഞ്ഞമ്മദ് മാഷ ഞങ്ങൾക്ക് ഏറെ പരിചയം ഉണ്ടാവും. കലാരംഗത്ത് ഏറെ വാണിമേലിനെ അടയാളപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് CK തോട്ടക്കുനി. പ്രത്യേകിച്ച് മാപ്പിള കലകളിൽ പിന്നെ വാണിമേലിൻ്റെ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാമേളകളിൽ പിന്നെ യുവജന ഉത്സവങ്ങളിലൊക്കെ ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ മാപ്പിള കലകളെക്കുറിച്ച് ആധികാരികമായിട്ട് ഒരുപാട് കണ്ടൻ്റുള്ള CK കുഞ്ഞമ്മദ് ആണ് ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ടുള്ളത്. നമുക്കറിയാം KP റഷീദ് ഇന്ന് CK കുഞ്ഞമ്മദിനെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്, അഭിമുഖം നടത്തുകയാണ്. ഈ അഭിമുഖം നമുക്ക് എന്ത് തന്നെയാണെങ്കിലും ഒരു മാപ്പിള കല എന്നുള്ള മേഖലയിൽ നമുക്കൊരു പുതിയ അറിവുകൾ ലഭിക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അഭിമുഖം നടത്താൻ വേണ്ടിയിട്ട് KP റഷീദ് ഞാൻ മൈക്ക് കൈമാറുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനം. എന്തെല്ലാം മാഷേ? സന്തോഷം, സുഖം. അപ്പോൾ നമുക്കൊരു മാപ്പിള പാട്ടിലങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? മാഷ് എഴുതിയതിൽ വെച്ചിട്ട് മാഷക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയുടെ, ഒരു പാട്ടിൻ്റെ ഒരു 2-3 വരികൾ പാടും. ഞാൻ അടുത്ത കാലത്തൊന്നും പാട്ട് എഴുതിയിട്ടില്ല. ഏതാണ്ട് ഒരു 1980 കാലങ്ങളിലാണ് പാട്ട് കാര്യമായിട്ട് എഴുതിയത്. പിന്നീട് പാട്ട് എഴുതി നമ്മളെ കൊറോണ വന്ന സമയത്ത് കുറച്ച് പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് തൽക്കാലം അപ്പോൾ ആ കൂട്ടത്തിൽ ചന്ദ്രിക വാരാന്ത പതിപ്പിൽ വന്ന ഒരു പാട്ട്, കാമുകൻ്റെ കത്ത് എന്ന ടൈറ്റിലിൽ ഒരു പാട്ട് വന്നിരുന്നു. ഒരു 80-81 കാലത്താണ് എനിക്ക് തോന്നുന്നത്. ആ 2 വരി എനിക്ക് ഓർമ്മയുള്ളത് പാടാൻ. കരൾ പൊട്ടിക്കരഞ്ഞെൻ്റെ ചുടുബാഷ്പം മഷിയാക്കി കുറിക്കും ഞാനൊരു കത്ത് കവിതയാക്കി, സ്വന്തം കരളായ മഴശൂക്കിൻ പടവും നോക്കി, മതം കാണിച്ചിടാതുള്ള പല മാമൂലുകൾ കൊണ്ട് മലരെ നാം ഇരുളിൽ പെട്ടുഴലുന്നുണ്ട്. പക്ഷേ മനസ്സിന്നും ഒരേ ഞെട്ടിൽ വളരുന്നുണ്ട്. ഇങ്ങനെ 12 വരി മതിയോ? പോരെ? മാഷ് എങ്ങനെ ശരിക്കും ഈ മാപ്പിളപ്പാട്ടിലേക്ക് വരുന്നത്? ഉപ്പയാണോ അതിലേക്കുള്ള ഒരു പ്രേരണയും വഴികാട്ടിയൊക്കെ ആയത്? ഉപ്പ മാത്രമല്ല, ഞാൻ വാണിമൽ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കാലഘട്ടം മുതലേ ഞാൻ പാട്ടുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഭൂമിവാതിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന MK കുഞ്ഞബ്ദുള്ള മാഷ് വാണിമൽ സ്കൂളിൽ ക്രാഫ്റ്റ് അധ്യാപകനായിരുന്നു. അദ്ദേഹം ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒരു കഥ തന്നിട്ടുണ്ട്. ആ കഥ പഠിച്ച് പറഞ്ഞ് അന്ന് വളയം സ്കൂളിൽ, അപ്പോൾ എനിക്ക് തോന്നുന്നത് സബ് ജില്ലാ കലോത്സവമാണ്, അതിന് പങ്കെടുത്തിട്ട് എനിക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം എന്നെ നല്ലൊരു ആളായിട്ടാണ് കാണുന്നത്. UP സ്കൂളിൽ എത്തപ്പോൾ ഇയാൾ സ്വന്തമായിട്ട് രചിക്കുന്ന രചനകൾ എന്നെക്കൊണ്ടിങ്ങനെ പാടിക്കാറുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് പാടിക്കാൻ കാരണം ഞാൻ ഈ പാട്ടിൻ്റെ ഇശലുകളെക്കുറിച്ചൊരു ധാരണ എനിക്കല്ല. വീട്ടിൽ നിന്ന് ഉപ്പയും എൻ്റെ വാപ്പാൻ്റെ പെങ്ങളും ഇവരൊക്കെ ഈ പാട്ടുമായിട്ട് നല്ല ബന്ധമുള്ള ആളുകളായതുകൊണ്ട് അവരൊക്കെ പാട്ട് കേട്ടിട്ട് എനിക്ക് നന്നായിട്ട് ഇതിൻ്റെ ഒരു രീതി അറിയാം. അപ്പോൾ ആ രീതി മറ്റു കുട്ടികൾക്കൊന്നും അത്ര പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പാട്ടുകൾ അദ്ദേഹം എഴുതിയാൽ എനിക്കാ തരിക, ഞാനാണ് പാടിക്കൊടുക്കുക. അങ്ങനെ പാട്ടുമായിട്ട് കുറച്ച് കൂടുതൽ ബന്ധപ്പെടുകയും പിന്നീട് പല അലി കണ്ണോത്ത്, മൂസ വാണിമൽ ഇവരെയൊക്കെ പാട്ട് ആയി ബന്ധപ്പെട്ട് പിന്നെ പാട്ടിനോട് താല്പര്യം ഉണ്ടാവുകയും ചെയ്ത അങ്ങനെയാണ് ഒരവസ്ഥ. മാഷിൻ്റെ കുട്ടിക്കാലം ഏത് രീതിയിലായിരുന്നു? അന്ന് ശരിക്കും ഒരു ക്ഷാമത്തിൻ്റെ കാലമായിരുന്നു, ബുദ്ധിമുട്ടുകളുടെ കാലമായിരുന്നു. പക്ഷേ എന്നാലും അന്ന് ആളുകൾ അതിജീവിക്കാൻ വേണ്ടി പാട്ടുകളൊക്കെ ഉപയോഗിച്ചിരുന്നൊരു കാലം കൂടിയായിരുന്നു.
അപ്പം അങ്ങനെ ഒരു എന്താ പറയുക മാഷിൻ്റെ കുട്ടിക്കാലം പാട്ടൊക്കെ കൂടി ഒപ്പമുള്ള ഒരു കാലമായിരുന്നു. അതെ, സന്തോഷദായകമായിരുന്നു ഒരു നിലക്ക്. അതേസമയത്ത് ഈ വറുതി ക്ഷാമമൊക്കെ ഉള്ളത് കൊണ്ട് ദുരിതപൂർണമായിരുന്നു. അത് എൻ്റെ എന്നല്ല, ആ കാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലെയുള്ള എല്ലാ കുട്ടികളുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. കാരണം ഭക്ഷണവും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു, അരിക്കൊക്കെ ക്ഷാമമായിരുന്നു. ആ നെല്ല് പിടിച്ച കേസ് എന്നൊക്കെ പറഞ്ഞ സംഭവമെല്ലാം അരിക്ക് ക്ഷാമമുള്ളൊരു കാലമാണ്. അപ്പോൾ അത് മാത്രമല്ല, ജനങ്ങൾക്ക് ജോലിയില്ല, തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ ആയാസകരമായ ജോലികളാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ജോലികളൊക്കെ പരിമിതമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വളരെ പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ വീടുകളിലൊക്കെ സന്തോഷമായിരുന്നു. കുട്ടിക്കാലത്ത് ഇതൊക്കെയാണ് ഒട്ടിയ വയറോട് കൂടി തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും നിർഭയരായിരുന്നു, ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം കുടുംബക്കാരും രക്ഷിതാക്കളും വാപ്പാൻ്റെ ഒക്കെ സുഹൃത്തുക്കളൊക്കെ നമ്മളെ ശ്രദ്ധിക്കും. എന്തെങ്കിലും പ്രയാസമോ കാര്യം ഉണ്ടാകുമ്പോൾ അവർ നോക്കും, നമ്മൾ തെറ്റിലേക്ക് നീങ്ങുമ്പോൾ അവർ തടുത്തു നിർത്തും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ബഹുമാനിച്ച് ഉപ്പയുടെ അതേ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് അന്ന് അവരെയൊക്കെ നമ്മൾ ബഹുമാനിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അന്ന് നമുക്കൊക്കെ ജോലികളുണ്ടാവും. സ്കൂളൊക്കെ പോയി വന്നാൽ വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് നമുക്ക് കളിക്കാൻ പോവാം. അന്ന് കളികളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഓരോ കവലകളിലും നമ്മളെ പന്ത് കളി, നാടൻ പന്ത് കളി ഉണ്ടാവും. അതുപോലെ കുളപ്പറമ്പിൽ എത്തിക്കഴിഞ്ഞാൽ വോളിബോൾ കളി ഉണ്ടാവും. ഇങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ പുഴയിൽ പോയി കുളിക്കും, നീന്തി കളിക്കും. ഇങ്ങനെയൊക്കെ വളരെ നല്ലൊരു സന്തോഷകരമായ ജീവിതം ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ വിശപ്പും പ്രയാസങ്ങളും നന്നായിട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുറേ ജോലികൾ, ആ ജോലികൾ എന്നാൽ വെള്ളം കോരണം. അതൊക്കെ കുട്ടികൾ, എൻ്റേതല്ല, ആ കാലത്തെ കുട്ടികൾക്കെല്ലാം വീട്ടുകാർ നിശ്ചയിക്കുന്ന ചില ജോലികളാണ്. ചില കുട്ടികൾ പുല്ല് പറിക്കണം, പശുവുള്ള വീട്ടിൽ പുല്ല് പറിച്ചു കൊണ്ടുവരണം. പിന്നെ അന്ന് കറണ്ട് ഇവിടെ ഇല്ല. ഈ കറണ്ടില്ലാത്തത് കൊണ്ട് വിളക്കുകളൊക്കെ, വീട്ടിലുള്ള ചിമ്മിണി വിളക്കുകളൊക്കെ കൊണ്ടുവന്ന് അതിൽ എണ്ണ വാരുക, ആ ചില്ലൊക്കെ തുടച്ച് വെക്കുക. എന്നിട്ട് ഈ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഴുമിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കളിക്കാനൊക്കെ പോവാം. അതും സന്ധ്യക്ക് മുമ്പായിട്ട് വീട്ടിൽ തിരിച്ചെത്തണം. സന്ധ്യ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചോദ്യം വരും. അത് ഞങ്ങളെപ്പോലെയുള്ള കുട്ടികളാകുമ്പോൾ സന്ധ്യക്ക് മുമ്പെത്തണം. ഇനി കല്യാണമൊക്കെ കഴിച്ച വീട്ടിൽ അന്ന് കൂട്ടുകുടുംബമാണല്ലോ. കഴിച്ച ആളുകൾക്കൊക്കെ മാക്സിമം ഒരു 8 മണി വരെയൊക്കെയാണ്. കാരണം ഒരു 9-9 കാലാകുമ്പോഴേക്ക് വീട്ടിൽ ഈ വിളക്ക്, കാരണം മണ്ണെണ്ണൊക്കെ പ്രയാസമാണ്. അപ്പോൾ വേഗം വിളക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഓഫ് ചെയ്യും. അതിന് മുമ്പായിട്ട് എത്തണം. ഇനി ആരെങ്കിലും വൈകി പോയാൽ അവർ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് വീട്ടിൻ്റെ അകത്ത് കയറുക. അത് ഉമ്മയെയോ ഭാര്യയോ ഒക്കെ വളരെ സ്വകാര്യമായിട്ട് ഉപ്പയൊന്നും അറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു വിധത്തിൽ നല്ലൊരു കാലഘട്ടം, ഒരു നിയന്ത്രണവും കാര്യമൊക്കെ ഉള്ള, മറ്റൊരു പേടിയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ പോകുന്ന പിന്നെ ഈ മൃഗങ്ങളെ മറ്റോ അല്ലാതെ മനുഷ്യരെ പേടിക്കേണ്ട ഒരു കാലഘട്ടം ആയിരുന്നില്ല അന്ന്. ഞാൻ ചോദിച്ചത് അന്നത്തെ ഈ കുട്ടിക്കാലത്തുള്ള ഒരു പാട്ടിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്നാണ്. അതെ, പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ എല്ലാവരും പാടും. പാട്ടും കളിയൊക്കെ അന്ന് ഇതിൻ്റെയൊക്കെ ഇടക്ക് നടക്കുന്നതാണ്. പാട്ട് മാത്രമല്ല, പാട്ടുകാരെല്ലാം പല പാട്ടുകാരും ഉണ്ടായിരുന്നു അന്ന്. പിന്നെ പാട്ട് ഈ മൂസ വാണിമേൽ, പുഴക്കൽ വീട്ടിൽ മൊയ്തീൻ, ഇവരെയൊക്കെ പാട്ടുകൾ ജനങ്ങൾ പാടും. അപ്പോൾ വീട്ടിലൊക്കെ വെറുതെ ഇരുന്ന് പാട്ട് പാടുന്നൊരു സമ്പ്രദായം നല്ലതുണ്ട്. അതുപോലെ ജോലിക്ക് പോകുമ്പോൾ അവർ പാട്ട് പാടും. തിരുപ്പം തുഴഞ്ഞ് വരുമ്പോൾ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് അവർ. കാരണം ഈ ജീവിതം അനായാസമാക്കാൻ, വലിയ ആയാസമായ ജോലിയാണെങ്കിലും അത് അനായാസമാക്കുന്ന തരത്തിലുള്ള ചില സമ്പ്രദായങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഈ മാഷ് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് മാഷ് ക്രസൻറ്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പം ക്രസൻറ്റ് ഹൈസ്കൂളിലെ കുട്ടികളെ ഒപ്പന പഠിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് സമ്മാനം വാങ്ങിച്ചു കൊടുത്തു. അതെന്താ ശരിക്കും അതിൻ്റെ കഥ? അത് ഞാൻ സ്കൂളിലെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻറ്റ് മാത്രമല്ല, ഹൈസ്കൂളിൻ്റെ ക്രസൻറ്റ് ഹൈസ്കൂളിലെ ഞാൻ പ്രഥമ സ്കൂൾ ലീഡറും ഞാൻ തന്നെയാണ് സ്കൂളിൻ്റെ. പിന്നെ അപ്പം അന്ന് ആകെയൊരു 100 ചില്ലാണ് കുട്ടികളാണ്. രണ്ടാം വർഷമാണ്. അപ്പോൾ ഈ സബ് ജില്ലാ ഈ യുവജനോത്സവം, സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ നമുക്ക് ഹൗസ് തിരിച്ചുകൊണ്ടാണല്ലോ നടത്താറ്. അപ്പോൾ 4 ഹൗസുകൾ അന്നും ആ ഉള്ള കുട്ടികളെ കൊണ്ട് തിരിച്ച്, അപ്പോൾ അതിൽ ലീഡർ ടീച്ചേഴ്സ് ഉണ്ടാവും, ടീച്ചർ ലീഡർമാരുണ്ടാവും, ഞങ്ങളെ കുട്ടികളിലെ കൂട്ടത്തിൽ ലീഡർമാരുണ്ടാവും. അങ്ങനെ ഞാനാണ് എൻ്റെ ഗ്രൂപ്പിൻ്റെ ലീഡർ. ഞാനാണ് പിന്നെ ടീച്ചർ ലീഡർ വത്സമ്മ ടീച്ചറാണ്.
അപ്പോൾ ഒരു ദിവസം വത്സമ്മ ടീച്ചർ എന്നോട് പറഞ്ഞ്, കുഞ്ഞമ്മദേ നമുക്ക് ഒപ്പനയില്ല. ഒപ്പന അങ്ങനെ പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ ടീച്ചറാണ്. അപ്പം ഞാൻ ചോദിച്ചു, ടീച്ചർ എന്താ സംഭവിച്ചതെന്ന്. അവർ 2 കുട്ടികളെ പേര് പറഞ്ഞ് അവരാണിത് പഠിപ്പിക്കേണ്ടവർ. അവരും ടീച്ചറുമായിട്ട് ചെറിയ എന്തോ ഒരു സൗന്ദര്യപ്പിണക്കുണ്ടായി, അവർ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് വല്ലാത്തൊരു വിഷമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ടീച്ചറോട് ഞാൻ പറഞ്ഞേ ആ പ്രശ്നമില്ല, ഞാൻ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് വല്ലാത്തൊരു ആകാംക്ഷയോട് നീ പഠിപ്പിക്കുമോ? ഞാൻ പഠിപ്പിക്കും. ഞാൻ ഒപ്പന പഠിപ്പിക്കാൻ പോയിട്ട് അതിൻ്റെ ABCD എനിക്കറിയില്ല, അതാ സത്യം. പക്ഷെ ഞാൻ അന്ന് മുതൽ എന്ത് ചെയ്ത് ടീച്ചറോട് ഇതും പറഞ്ഞ് വീട്ടിൽ വന്ന് VM കുട്ടിയൊക്കെ എഴുതിയ മണവാട്ടി മണവളനെടുത്ത് എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് വാതിലൊക്കെ അടച്ച് ഞാൻ ചില പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി പിറ്റേ ദിവസം മുതൽ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. എന്നാലും ഒരു ടീച്ചർ പറഞ്ഞ സമ്മാനമൊന്നും വേണ്ട, ആ കുട്ടികളൊന്ന് സ്റ്റേജിൽ കയറി കിട്ടിയാൽ മതി. അങ്ങനെ ആ കുട്ടികളെ കൊണ്ട് ഈ യുവജനോത്സവത്തിന് ഭാഗ്യത്തിന് സ്റ്റേജ് കയറി എന്ത് പറയുന്നു, 2ാം സ്ഥാനമാണെന്ന് എൻ്റെ ഓർമ്മ, സമ്മാനവും കിട്ടി. ഇത് ടീച്ചർക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഇവരോടുള്ളൊരു വെല്ലുവിളി എന്ന നിലയ്ക്ക്. അപ്പോൾ ഇതോടുകൂടി ഞാനൊരു ഒപ്പന ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ അറിയപ്പെടാൻ തുടങ്ങി. പിറ്റേത്തെ വർഷം മുതൽ പല സ്കൂളുകൾ, ഇപ്പം വെള്ളിയോട് ഹൈസ്കൂളൊക്കെ എന്നെ ക്ഷണിച്ച്. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് അറിയില്ല. അതായത് ഹൈസ്കൂൾ പഠിക്കുന്ന പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ വെള്ളിയോട് സ്കൂളിൽ നിന്ന് അവിടെ അന്ന് ഗോപി മാഷ്, ചന്തു മാഷ്, അവർ ഗോപാലൻ നമ്പ്യാരുണ്ട്, അവാർഡൊക്കെ കിട്ടിയ അധ്യാപക അവാർഡൊക്കെ കിട്ടിയ അവർ KP കുഞ്ഞമ്മദ് മാഷ്. ഇപ്പോൾ കുഞ്ഞമ്മദ് മാഷ് എന്നെ നിർബന്ധിച്ച്, കുഞ്ഞമ്മദ് മാഷ് സാറേ നമ്മളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് ആ കൊല്ലം ആ സ്കൂളിൽ പോയി അവരെ പഠിപ്പിച്ചു. അപ്പോൾ അവരെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവരെല്ലാ ടീച്ചേഴ്സും കൂടി വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളും കൂടി കളിക്കാൻ തുടങ്ങി. ഞാൻ കളിക്കുമ്പോൾ ടീച്ചേഴ്സും കളിച്ച് കുട്ടികളും കളിച്ച് വളരെ അനായാസമായ ഒരു കളി കളിച്ച് ഈ കുട്ടികൾ ഒപ്പന എന്നുള്ളതിനെപ്പറ്റി ഒരു പേടിയില്ലാതെ അത് സബ് ജില്ലയിൽ സ്റ്റേജ് കയറി. പക്ഷെ സാധാരണ ഒപ്പനക്ക് കിട്ടുന്നത് വാണിമേലം UP സ്കൂളിനാണ്. അത് മൂസ വാണിമേൽ നല്ല ശരിയായ ഒപ്പന, തനിമയാർന്ന ഒപ്പന അവതരിപ്പിക്കുന്ന ആളാണ്. പക്ഷെ അന്ന് വിധികർത്താക്കൾക്ക് എന്തോ ഈ ഒപ്പനയോട് താല്പര്യം തോന്നുകയും അവർക്ക് ഫസ്റ്റ് A ഗ്രേഡ് കൊടുക്കുകയും ചെയ്തു ഞാനീ പഠിപ്പിച്ച ഒപ്പനക്ക്. അതുമുതൽ പിന്നെ ഞാൻ ഒപ്പന പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ഒപ്പന. അതായത് ആദ്യം പഠിപ്പിക്കുന്ന ആളതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ യഥാർത്ഥ അതാണ്. പിന്നെ പഠിച്ച് ഏത് പാട്ടാണ് ഇതിൽ ആവശ്യമുള്ളത് എന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ പിന്നെ ഇത് ഏകദേശം ഞാൻ ആ എൻ്റെ സ്കൂൾ ജീവിതം ഉള്ള കാലത്തോളം ഒപ്പനയായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതായത് ക്രസൻറ്റ് സ്കൂളിൽ പഠിക്കുന്നു, ആ സമയത്ത് തന്നെ മറ്റു പല സ്കൂളുകൾക്കും ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ. ഈ ഉപ്പ ശരിക്കും മാപ്പിള കലകളുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമുള്ള ആളായിരുന്നില്ലേ? ഉപ്പ കോൽക്കളിയായിട്ടാണ് കൂടുതൽ ബന്ധം. കോൽക്കളി, കളരി ഇങ്ങനെയുള്ള കാര്യത്തിൽ. പിന്നെ അത് തിക്കോടി മുഹമ്മദ് കുരിക്കളുടെ ശിഷ്യനാണ് ഉപ്പ. അപ്പോൾ അവരിൽ നിന്ന് ഇത് പഠിച്ച്, അപ്പോൾ അവർ പറഞ്ഞിട്ടൊന്നും ഉപ്പ അവരെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ നല്ല കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ ഉപ്പ അതിനൊന്നുമില്ല, സ്വന്തമായിട്ട് തന്നെ ട്രൂപ്പ് ഉണ്ടാക്കുകയും പഠിപ്പിക്കുകയും അവരെ ആശീർവാദത്തോടു കൂടി തന്നെയാണ്, അവരായിട്ട് തെറ്റിയിട്ടൊന്നുമല്ല. കാരണം എൻ്റെ ഓർമ്മയിൽ ഈ തിക്കോടി മുഹമ്മദ് കുരിക്കൾ, മമ്മൂക്കുരിക്കൾ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ വീട്ടിൽ വരിക, ഉപ്പ വല്ലാതെ ബഹുമാനത്തോടെ കാണുകയും ഒരു വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്ന കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഉപ്പ പല വിദ്യകൾ ഇവരിൽ നിന്ന് സ്വായത്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് കായികാഭ്യാസവും പിന്നെ അതുപോലെ മർമ്മ ചികിത്സകൾ ഇതൊക്കെ ഉപ്പൊക്കെ നന്നായിട്ട് അറിയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ നാട്ടിൽ ഇവിടെ ഈ പ്രദേശത്തൊക്കെ ആർക്കെങ്കിലും പെട്ടെന്ന് വീഴുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ഉപ്പാൽ എടുക്കാൻ വരിക. അപ്പോൾ ഉപ്പ അത് അന്നേരം തന്നെ പറ്റുന്ന ചെയ്യും, അല്ലാത്തത് ഡോക്ടറെ കാണിക്കാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്ത ഒരു ഓർമ്മയുണ്ട്. ഉപ്പാൻ്റെ പെങ്ങളെ ആയിഷക്കുട്ടി എന്ന് പറഞ്ഞത്, ആയിഷക്കുട്ടി നിങ്ങളെ ജീവിതത്തിൽ ഭയങ്കര വലിയ സ്വാധീനം ചെലുത്തിയ ഒരാളാണ്. യഥാർത്ഥത്തിൽ നമ്മളെ നാട്ടിലെ ആളുകൾക്ക്, വാണിമേലിന് അല്ലെങ്കിൽ കേരളത്തിന് അത്രയധികം ഒന്നും അറിയാത്ത മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഒന്ന് ആ ആയിഷക്കുട്ടി എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒന്ന് പറയും. ആയിഷക്കുട്ടി, ഞാൻ ഈ ഒപ്പന പഠിപ്പിക്കുന്ന കാലത്ത് ഞാൻ ഈ കേസറ്റ് എന്ന് വേറെ ഒപ്പനകളുടെ പാട്ട് കേട്ടിട്ട് കേസറ്റ് വെച്ച് ഞാൻ എഴുതിയെടുക്കും. എനിക്കതിൻ്റെ വരികളൊന്നും ശരിക്കും കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ക്രസൻറ്റ് സ്കൂളിൽ അന്നുള്ള ഏതൊരു ടീമിനെ പഠിപ്പിച്ചപ്പോൾ ഇത്താത്തയുടെ, എൻ്റെ ആയിഷക്കുട്ടീനെ ഇത്താത്ത എന്നാണ് വിളിക്കുക, ഒപ്പൻ്റെ പെങ്ങളോ. ഇത്താത്തയുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏതൊരു കുട്ടി ഈ പാട്ട് ഇങ്ങനെ പാടി. അപ്പോൾ ഇത്താത്ത ചോദിച്ചു, ഇതേതാണോ പാട്ട്? അതങ്ങനെയൊന്നുമല്ല പാടേണ്ടത്, ഇത് വലിയ കച്ചവടപ്പാട്ട് എന്ന് പറയുന്ന പുസ്തകത്തിലുള്ള പാട്ടാണ്, അത് ഇങ്ങനെ പാടണം
എന്ന് പറഞ്ഞ് അതിൻ്റെ വരികൾ മാറ്റിക്കൊടുത്ത്. ഇതാരാ തന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനാന്ന് പറഞ്ഞ്. ഓനിത് എവിടുന്ന് പഠിച്ച് എന്നുള്ള നിലക്ക് പറഞ്ഞു. അപ്പോൾ ആ നിലക്ക് ആദ്യം തന്നെ എന്നെ തിരുത്തിയ ആളാണ് ഇത്താത്ത. മാത്രമല്ല ഇത്താത്തക്ക് ഒരുപാട് പാട്ടുകൾ അറിയാം. വാണിമേലിൻ്റെ ആദ്യ കവിയാണ് പുഴക്കൽ വീട്ടിൽ മൊയ്തീൻ എന്നാ പറയപ്പെടുന്നത്. പുഴക്കൽ വീട്ടിൽ മൊയ്തീൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തെ കൃതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മദമോഹിനി കുഞ്ഞാമിമാല എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മുടെ നാട്ടിൻ്റെ ഒരു ചരിത്രമാണ്. അത് സ്വന്തമായിട്ട് എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചൊരു വ്യക്തിയാണ് മൊയ്തീൻ. അത് തിരൂരങ്ങാടി പ്രസ്സിൽ അച്ചടിപ്പിച്ച ആ കാലഘട്ടത്തിൽ. ഇന്നും അതിൻ്റെ വരികളൊക്കെ പലർക്കും അറിയാം. ആ മൊയ്തീൻ പാട്ടുകൾ എഴുതി കഴിഞ്ഞാൽ ഇത്താത്തൊക്കെ കാണിക്കും. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ പദങ്ങൾക്ക് മാറ്റം വേണോ, പ്രാസത്തിന് പ്രയാസമുണ്ടോ എന്നൊക്കെയുള്ള നിലക്ക് ഇത്താത്തയോട് ചോദിച്ചിട്ട് ഇത്താത്ത അത് തിരുത്തി കൊടുക്കുമെന്ന് പറയപ്പെടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു സാധാരണ വീട്ടമ്മയായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന സാധാരണ നമ്മളെ നാട്ടിലുള്ള ഒരു സ്ത്രീകൾ എങ്ങനെയാണോ അതുപോലെ. ഇതിനിടയിൽ എങ്ങനെയാണ് ഇവർ ഐഷക്കുട്ടി എന്ന് പറയുന്ന ഇവർ ഇത്ര അധികം മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പഠിക്കുകയും ഇപ്പം മാപ്പിള കവികളെ തിരുത്തി കൊടുക്കാനും മാത്രമുള്ള ഒരു അറിവിലേക്ക് അത് ഏത് രീതിയിലാണ് എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ അബ്ദുല്ല ഈ പാട്ടുകളൊക്കെ ഈ ബദർ ഒഹദ് പോലെയുള്ള പാട്ടുകൾ പാടി അർത്ഥം വെക്കുന്ന, അത് പാടി പറയാന്നുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ കൃതികളൊക്കെ അവിടെ സ്റ്റോക്കുണ്ട്. ഇതെടുത്ത് പാടി, ഈ അറബി മലയാളമാണ് സംഭവം. അങ്ങനെ പാടി ഇതിൻ്റെ ആശയങ്ങൾ പലരിൽ നിന്ന് അന്ന് പലർക്കും ഇതറിയാം. അവരിൽ നിന്നൊക്കെ സഹായത്തിന്. എൻ്റെ ഇത്താത്തെന്ന് പറഞ്ഞാൽ നാദാപുരത്തെ പൂച്ചാക്കൂലാണ് ഇത്താത്തയുടെ കല്യാണം കഴിച്ചത്. അപ്പോൾ അവിടെയും ചില ആളുകളൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള വിവരമുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇത്താത്ത അവരോട് ചോദിച്ചിട്ടു. പിന്നെ ഇതിനോടൊരു പ്രത്യേക ഒരു താല്പര്യം വന്ന ഏതെങ്കിലും നിലക്ക് ഇത് പഠിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി. അങ്ങനെ പഠിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്താത്തയോടത് ചോദിക്കണമെന്ന് ഞങ്ങൾക്ക് ധാരണ ഉണ്ട്. കാരണം ഈ ഒരു ഇൻ്റർവ്യൂ ഇത്താത്ത നടത്തണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പല കാര്യങ്ങൾ ഇങ്ങനെ ഇത്താത്തയെക്കുറിച്ച് എനിക്കറിയാം. കാരണം അന്ന് KK മുഹമ്മദ് അബ്ദുൽ കരീമും CN അഹമ്മദ് മൗലവിയും കൂടി രചിച്ചൊരു പുസ്തകമുണ്ട്, മുസ്ലിം ചരിത്രമല്ലേ, മാപ്പിള സാഹിത്യ പാരമ്പര്യം, മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം. ഈ പുസ്തകം എടുത്ത് നമ്മളെ വഹാബിൻ്റെ വാപ്പ VP മൊയ്തീൻ ഹാജി ഇത്താത്തയുടെ അടുക്ക പോയിരുന്നു. അപ്പോൾ ഇത്താത്തനോട് ഇതിലുള്ള ചില പാട്ടുകൾ 2 വരി പാടിയിട്ട് ഇതിലുള്ള നിങ്ങനെ ചോദിച്ചിട്ട് എല്ലാം കൃത്യമായിട്ട് ഇത്താത്ത പറഞ്ഞു കൊടുത്തു. അപ്പോൾ മൊയ്തീൻ ഹാജി പറഞ്ഞ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കഥകളൊക്കെ വെച്ച് MA എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ഇത്താത്തയെ നമുക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്യണം. അന്ന് MA മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന മാധ്യമത്തിൻ്റെ ലേഖയാണ്. അപ്പോൾ ഞാനും ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളിങ്ങനെ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് അവിചാരിതമായാണ് ഇത്താത്തയുടെ മരണം സംഭവിച്ചത്. അതുകൊണ്ട് അത് നടന്നില്ല. അങ്ങനെ ഇത്താത്തയുടെ അവസ്ഥ. ഈ മാപ്പിളപ്പാട്ട് എഴുതുന്ന അലി കണ്ണോത്ത് ഐഷക്കുട്ടി താനെ കുറിച്ചിട്ടൊരു ഭയങ്കര രസമുള്ളൊരു പാട്ട് എഴുതിയതായിട്ട് കേട്ടിട്ടുണ്ട്. ആ പാട്ടിന് ഒരു 2 വരി ഒന്ന് പാടും. ഇത്താത്തയുടെ മകളുടെ ഭർത്താവാണ് അലി കണ്ണോത്ത്. അപ്പോൾ ഈ അലി കണ്ണോത്ത് ഇത്താത്തയെക്കുറിച്ച് ഒരു പാട്ടൊന്നുമല്ല, ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു പാട്ട്, നാട്ടിൽ പേര് പടുത്ത പാട്ട് പാടി മടുത്ത പട്ട് പോലെ കളങ്കം ഒട്ടുമില്ലാത്ത നമ്മുടെ തോട്ടക്കൂനിയിലെ പ്രസിദ്ധ ഇത്താത്ത, അങ്ങനൊരു പാട്ടുണ്ട്. പിന്നെ ഒരു പാട്ട് ഇത്താത്ത ഈ അലി ഈ കല്യാണം കഴിക്കാൻ തന്നെ കാരണം ഈ മാനസികമായി കലയോടുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഇത്താത്തയുടെ മകളെ സൈനബയെ അലി കല്യാണം കഴിച്ചത്. അതിന് സംബന്ധമായിട്ട് അലി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പാതിരാവിൽ ബദർപട മുഴുവൻ പാടിത്തീർത്ത എൻ്റെ കാതിനിമ്പ കവിതകൾ പാടിയ പൊന്നിത്താത്ത, നാദഭംഗിയിലുന്നത സ്ഥാനം നാട്ടുകാർക്കുണ്ടതിലഭിമാനം, മാദകത്വം തുളുമ്പുന്ന ഗാനം മാപ്പിളക്കവികൾക്കൊരു ദാനം, ബദറുൽ മുനീറും ഉഹദും കഥമാല കെസ്സുകൾ പലതും കഥനക്കഥ കർബല പോലുള്ള ചിലതും പാതിരാവിൽ ബദർപട മുഴുവൻ പാടി തീർത്ത എൻ്റെ കാതിനിമ്പ കവിതകൾ പാടിയ പൊന്നിത്താത്ത. പിന്നെ ഫാത്തിമത്തു സുഹ്റ വഫാത്ത് പേരു കേട്ടൊരു മർക്കിസ പാട്ട്, അർത്ഥനിർഭരമം പല ബൈത്ത് അത്ഭുതം പല പല താരാട്ട്, മുട്ടി കരളോട് ചെന്നത് തട്ടി
കനിമോളെ ഞാനുടൻ കെട്ടി കല കാരണമായിരു കരളുകളൊട്ടി. അങ്ങനെ തുടർന്ന ഒരു പാട്ട് വേറെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു ഒരു വലിയ പാരമ്പര്യം മാപ്പിള കലയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് മാഷക്ക് അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആരൊക്കെയായിരുന്നു അന്നത്തെ പാട്ടുകാർ, ആരൊക്കെയായിരുന്നു അന്നത്തെ കലാകാരന്മാരെന്ന് ഓർമ്മയിലുള്ളത് അല്ലെങ്കിൽ അറിയാവുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നല്ലൊരു കവിയുണ്ടായിരുന്നു, പലരും അറിയാതെ പോയൊരു കവിയായിരുന്നു ആണ്ടി വൈദ്യർ. അത് മാപ്പിള കവിയല്ല, അച്ചാണിൻ്റെ ഇവിടെ ആണ്ടി വൈദ്യർ. ഇതിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് അവിടെയുള്ള രാജേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ കുട്ടീനെ ഒക്കെ കൂട്ടി ഞാൻ സ്കൂളിൽ പോകും. വേറെ ഇവിടെ അടുത്തൊന്നും വീടുകളില്ലായിരുന്നു, ഞാനാണ് അവരെ സ്കൂളിൽ കൊണ്ടുപോകുക. അപ്പോൾ ഞാൻ ആ വീടുമായിട്ടുള്ള ബന്ധമുള്ള. അപ്പോൾ ആണ്ടി വൈദ്യർ എനിക്ക് ചില കവിതകളൊക്കെ ചൊല്ലിത്തരും. അതിലൊരു കവിത അയാളുടെ അച്ഛനെക്കുറിച്ച് തന്നെയായിരുന്നു. 6 മൂന്നോടൊരു 100 ചേർന്നിടും സഹസ്രമാംസമം മീനം 7 രവിവാറും 5 അടിച്ചിടവേ പകലുറപ്പതെങ്ങിനെ വാണിമേലതി വിഭൂതിയാർന്നൊരച്ചാണീൻ്റെ അവിടെ എന്ന മന്ദിരം എന്തു ചെയ്യും മഹാ ചന്തുവൈദ്യരഹോ നിര്യാതനായി. അയാൾ അച്ഛനെക്കുറിച്ച് എഴുതിയ കവിത അതെനിക്ക് അന്നേരം പാടുത്തപ്പോൾ ഒരു ബൈഹാർട്ടായ കാര്യം. ആണ്ടി വൈദ്യർ നല്ലൊരു കവിയായിരുന്നു, അത് പലർക്കും അറിയില്ല. ഇവിടെ വാണിമേൽ സ്കൂൾ അധ്യാപകനുമായിരുന്നു അദ്ദേഹം, ആണ്ടി വൈദ്യർ. പിന്നെ ഞാനറിയപ്പെടുന്നൊരു കവി പുഴക്കൽ വീട്ടിൽ മൊയ്തീനാണ്. മൊയ്തീനെക്കുറിച്ച് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ വാണിമേൽ PV കുഞ്ഞമ്മദ് ഹാജി സ്മരണികൾക്ക് വേണ്ടി ഒരു ലേഖനത്തിന് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ഇയാളെക്കുറിച്ച് പഠിക്കാൻ അന്നുള്ള പഴയ ആളുകളെ സമീപിച്ച്, തോട്ടത്തിൽ അബ്ദുല്ല ഹാജി, ചോലിക്കര മൂസക്ക, കോടംകോട്ട അന്തറുക്ക, ഇവരെയൊക്കെ സമീപിച്ചിട്ട് ആ ശേഖരം ഞാൻ ഉണ്ടാക്കി അവരെ പാട്ട് കുറേ ഭാഗങ്ങൾ എഴുതി. അങ്ങനെയാണ് മൊയ്തീനെ കുറിച്ച് ഞാൻ അറിയുന്നതും. അയാൾ വളരെ പെട്ടെന്ന് പാട്ട് കിട്ടുന്ന ആളായിരുന്നു എന്നുള്ളതൊക്കെ അറിയാവുന്നതാണിത്. മൊയ്തീന് ശേഷം ആ കാലഘട്ടത്തിൽ തന്നെ പാട്ട് എഴുതുന്ന ഒരാളായിരുന്നു കളത്തിൽ ഇബ്രാഹിം സാഹിബ്, നമ്മുടെ VM ഖാലിദിൻ്റെ ഒക്കെ അമ്മോച്ചൻ. അദ്ദേഹം ആദ്യകാലത്ത് നന്നായിട്ട് പാട്ട് എഴുതുവാണ്. പിന്നീട് അദ്ദേഹത്തിന് ചെറിയൊരു അസുഖം വന്നതിന് ശേഷം ചെവി കേൾക്കാത്തൊരു പ്രശ്നം വന്ന് പിന്നെ പാട്ടൊക്കെ നിന്നുപോയതാണ്. ഈ മൊയ്തീനും ഈ ഇബ്രാഹിം തമ്മിൽ തട്ടും തറവട്ടുമായിട്ട് പാട്ടുകൾ എഴുതാറുണ്ട്. അപ്പോൾ ഇതിനെ വലിയ പ്രോത്സാഹനം കൊടുക്കൽ PV കുഞ്ഞമ്മദ് ഹാജിയാണ്. മൊയ്തീനൊരു പാട്ട് എഴുതിയാൽ ഉടനെ ഇബ്രാഹിം ഖാനാ മറുപടി ചെയ്തതും പറഞ്ഞ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ മൊയ്തീൻ ഖാൻ്റെ അടുത്ത് പോയിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ പ്രോത്സാഹനം കൊടുത്തിട്ട് എഴുതിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊയ്തീൻ ഖാ ഈ ഇബ്രാഹിം ഖാൻ്റെ പാട്ടിനെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞ് അതിൽ കമ്പിയും കഴുത്തും പ്രാസങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ പാട്ടുണ്ടാക്കുമ്പം കമ്പി കഴുത്തൊക്കെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞൊരു വരിയുണ്ട്. അപ്പോൾ അതിന് ഇയാളൊരു മറുപടിയുണ്ട്. ആക്കുന്നോ മൊയ്തീനെ നീ എന്നെ വെറും അജ്ഞാനിയായുള്ള കോലത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടി. അതൊക്കെ പലർക്കും പഴയ കാലത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ ആക്കുന്നോ മൊയ്തീനെ നിങ്ങൾ പാടലൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് ഇത്? കാരണം അന്ന് ഒന്നും ലിഖിത രൂപത്തിലില്ലല്ലോ, ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല, എവിടെ എഴുതി വെച്ചിട്ടില്ല. ഇത് ആളുകളുടെ ഓർമ്മയിൽ കൂടെയാണ് അല്ലേ? ഇത് മറ്റ് ഈ വിനോദ മാർഗങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവരൊക്കെ പാട്ട് കേൾക്കുക, അവരിങ്ങനെ പാടും, അത് ചിലർ എഴുതിയെടുക്കും, അവരെ കൊണ്ട് തന്നെ എഴുതിക്കും, അത് എഴുതി ഇങ്ങനെ കൈമാറി പലരും ഇങ്ങനെ പാടും. അങ്ങനെയായിരുന്നു ആ കാലത്ത്. അപ്പോൾ അത് ബൈഹാർട്ട് എല്ലാവർക്കും പിന്നെ പാടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് അന്ന് പാട്. പിന്നെ അതിന് ശേഷമുള്ള ഒരാളാണ് മൂസ വാണിമേൽ, പാട്ട് രംഗത്തുള്ള മൂസ വാണിമേൽ നല്ലൊരു കവിയായിരുന്നു. അദ്ദേഹം കുറേ കഥാപ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ജൂതപ്രമാണി, ത്യാഗത്തിൻ്റെ ബലിപീഠത്തിൽ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അച്ചടിച്ച് പിന്നെ പ്രസിദ്ധീകരിച്ചതാണ്. അതുപോലെ രാഷ്ട്രീയ ഗാനങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാട്ട് എഴുതാൻ ഒരു പ്രയാസമുള്ള ആളല്ല. അയാൾ അന്ന് ആ കാലത്ത് വാണിമേലിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ കൂടിയാണ്. നല്ല അൽമനാർ പോലെയുള്ളതിലൊക്കെ അദ്ദേഹം എഴുതുന്ന ആളാണ്. പിന്നെ ആ കാലഘട്ടത്തിൽ തന്നെയുള്ള ആളുകളാണ് വാണിമേൽക്കാരനല്ലെങ്കിലും എന്നെ മൗലവി. അയാൾ വാണിമേൽക്കാരനല്ല, കരിയാടുകാരനാണ്. വാണിമേൽ ദാറുൽ അറബിക് കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പാളായിരുന്നു. അയാളൊരു നല്ല കവി, അറബിയിലും മലയാളത്തിലും നന്നായിട്ട് കവിതകൾ എഴുതുന്ന ഒരാളാണ്. പിന്നീട് അവർക്കൊക്കെ ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലി കണ്ണോത്ത്. അയാളും വാണിമേൽക്കാരനല്ല, കുറ്റ്യാടിക്കാരനാണെങ്കിലും വാണിമേലാണ് പഠിച്ചതും പിന്നെ അയാളുടെ ഈ സാഹിത്യരംഗമൊക്കെ വികസിച്ചതും വാണിമേലിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം വാണിമേലിനെ മറ്റേ പുഴേനെ കുറിച്ചിട്ടൊരു പാട്ട് ഇല്ലേ, പുഴയോ പാലോ അല്ലേ, കമ്പിപ്പാലത്തെ കുറിച്ച് അലി കണ്ണോത്തിൻ്റെ ആ ഒരു പാട്ടുണ്ടായിരുന്നു. അലി കണ്ണോത്ത് വാണിമേലിൽ ഈ കരുവൻതായ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ആ പുഴക്കൊരു പാലം ഉണ്ടായിരുന്നു അന്ന്.
അന്ന് ആളുകൾ നടന്നു പോക്കാണല്ലോ സാധാരണ, ഇന്നത്തെ പോലെ വാഹനമില്ലല്ലോ. ആ നടന്നു പോകുന്ന കാലത്ത് എല്ലാവരും ഈ കമ്പിപ്പാലം കടന്നാൽ പോവാം. അത് പ്രത്യേകം പ്രാക്ടീസ് വേണം അത് കടക്കാൻ. അത് ശരിക്കും ഇങ്ങനെ കയറുമ്പോൾ ഇങ്ങനെ കുലുങ്ങി പ്രയാസപ്പെടാതെ ആ പരിശീലിച്ച ആളുകൾക്ക് എളുപ്പത്തിൽ പോവാം, എല്ലാത്തവർക്കും പ്രയാസമാണ്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആദ്യമായിട്ട് കിടക്കുകയാണെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. അങ്ങനെ അലിയൊന്ന് കോളേജിൽ പഠിക്കുക, അറബി കോളേജിൽ പഠിക്കുക, പള്ളി ദർസിൽ പഠിക്കുന്ന ആ സമയത്ത് അലക്കാനൊക്കെ പുഴയിലാണ് വരിക. അപ്പോൾ ഏതൊരു സ്ത്രീ വന്ന് പാലത്തിൽ കയറി മറ്റാരോ എതിർദിശയിൽ ഇങ്ങനെ വരുമ്പോൾ ഈ ബഹളമൊക്കെ കേട്ട് നോക്കുമ്പോൾ ഇവർ അപ്പോൾ ഇങ്ങനെ ഇതിനാലോചിച്ച് അപ്പോൾ ഒരു പാട്ട് വന്നതാണ്. അപ്പോൾ ഇതേക്കുറിച്ച് ചിന്തിച്ച് കമ്പിപ്പാലം, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ ഈ പാട്ട് നമ്മൾ ഇരുന്നുണ്ടാക്കല്ല, പാട്ട് വരികയാണല്ലോ ശരിക്കും പറഞ്ഞൊരു കവിക്ക് കവിത വരികയാണ്. അങ്ങനെ വന്നൊരു പാട്ടാണ് കമ്പിപ്പാലം എന്ന് പറഞ്ഞിട്ട്. ആ വരികൾ: പുന്നത്തുരുത്തി താഴെ കമ്പിപ്പാലം കടക്കുവാൻ വന്നെത്തും വഴി യാത്രക്കാരെ നിങ്ങൾ പാലത്തിലേറിടുമ്പോൾ പാലിക്കേണ്ടു മുറ വിട്ട് പോകല്ലേ വഴി പോക്കന്മാരെ. മുന്നിൽ കടക്കുന്നവൻ കടന്നിട്ട് കടക്ക്, പിന്നിൽ നിന്നിളക്കുന്ന കുരുത്തക്കേടൊഴിക്ക്, തന്നിഷ്ടം തോന്നിയ അസങ്ങൾ തൽക്കാലം നീ ത്യാജിക്ക്, താഴെയുണ്ടൊഴുകുന്ന നദിയൊന്ന് സ്മരിക്ക്. എത്ര പേരതിൽ മുങ്ങി മരിച്ചെന്നോ, ചരിത്രത്തിൽ എത്ര ഭീകര സംഭവമുണ്ടെന്നോ, അനർത്ഥങ്ങൾ മാടി മാടി വിളിക്കല്ലേ, ആടി ഓടി നടക്കല്ലേ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പെണ്ണുങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടതിൽ. പെണ്ണുങ്ങളായാൽ പിന്നെ പറയേണ്ട പായാരങ്ങൾ, പുന്നാര കിളിനാദം പാരം പാലം, പിന്നിൽ നിന്നാരോ ചെന്ന് പീഡിച്ചൊന്ന് കുലുക്കിയാൽ പിന്നത്തെ നാദം ബഹുഘോരം. ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു പാട്ട്. ഈ പാട്ട് അദ്ദേഹം എഴുതി, അതിന് അറിഞ്ഞു മൂസ വാണിമേൽ ഇങ്ങനെ അലിയൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ പാട്ട് മൂസ വാണിമേലിൻ്റെ കൈ കിട്ടി. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ഒരു മറുപടിയായിട്ടൊരു പാട്ട് മൂസ വാണിമേൽ എഴുതിയിട്ടുണ്ട്. നേരത്തെ വി എം കുട്ടിയായിട്ടുള്ള ഒരു അഭിമുഖ സംഭാഷണത്തിനിടയിൽ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ മലപ്പുറം സൈഡിലൊക്കെ പണ്ട് ഈ കല്യാണത്തിന്റെ ദിവസം വരന്റെയും വധുവിന്റെയും പാർട്ടിക്കാർ തമ്മിൽ പാട്ട് മത്സരം ഉണ്ടാവുന്നു. അത് രാത്രിയായിരുന്നു കല്യാണം. രാത്രി ഇവരെ ഈ വരന്റെ ആളുകൾ വരുന്നത് തന്നെ ഒരു പാട്ടുകൂട്ടമായിട്ടാണ്. ഇപ്പം ഇവിടെ ഒരു പാട്ടുകൂട്ടം ഉണ്ടാവും. ഇവർ തമ്മിൽ മത്സരിച്ച് പാട്ട് കെട്ടി ഉണ്ടാക്കിയിട്ട്, അതായത് ഓരോ വിഷയം ഇങ്ങനെ കിട്ടി ഈ അന്താക്ഷരി എല്ലാം പോലെ പാടി 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 ചിലപ്പോൾ അത് രാത്രി പാതിരാത്രി ഇതൊക്കെ കൂടി രാവിലെ ഒക്കെ ആയിട്ടുണ്ടാവുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ കല്യാണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പാട്ടിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നോ? പാട്ടിന്റെ പാരമ്പര്യം ഉണ്ടായിരുന്നു. പണ്ട് കാലത്തൊക്കെ പാട്ടുകാരെ കല്യാണത്തിന് കൂട്ടിക്കൊണ്ടുപോകും. പക്ഷേ അന്നത്തെ മലപ്പുറം ആ സ്റ്റൈലല്ല. നമ്മളെ കല്യാണത്തിന് വരൻ്റെ കൂടെ പാട്ടുകാരുണ്ടാവും. അന്ന് ഞാൻ പറഞ്ഞ മൊയ്തീൻ, പുഴക്കൽ വീട്ടിൽ മൊയ്തീനും അയാളെ മക്കൾ ആലിക്കുട്ടി, അമ്മദ്, ഇവരൊക്കെ പാട്ടുകാരാണ്. നല്ല പാട്ടുകാരനാണ്. ആലിക്കുട്ടി ഗംഭീര പാട്ടുകാരനാണ് അന്ന്. അപ്പോൾ അയാളെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഇവരെ കൂടെ വന്നിട്ട് അറയിൽ നിന്ന് പാട്ട് പാടുവർ അന്ന്. അപ്പോൾ ഭയങ്കര പാട്ടായിരിക്കും അത്. അപ്പോൾ അല്ലാതെ മറ്റുള്ളവർക്ക് പാട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. മലപ്പുറമൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവിടെ ആണുങ്ങളെ മാത്രമല്ല സ്ത്രീകളും പാട്ടുണ്ടാവും. ആ പെണ്ണുങ്ങളും പാട്ടുകാരത്തികളും ഉണ്ട് അവിടെ. അവർ പിന്നെ വധുവിൻ്റെയോ വരൻ്റെയോ ഇപ്പം വധുവിനെ കൂട്ടാൻ വേണ്ടി അപ്പോൾ കൂട്ടിപ്പുഴ പോയ ആൾ അവിടുന്ന് അവരുമായിട്ട് പാട്ടിലേറ്റ് മുട്ടും പെണ്ണുങ്ങളും. അങ്ങനെ ഒരു പാട്ടുണ്ട്. പാട്ട് കൊണ്ട് ചൂട്ട കെട്ടി മോത്ത് കുത്തും ഞാനടി, പാട്ട് പാടാൻ അറിയില്ലെങ്കിൽ പന്തലിന്ന് റങ്ങടി എന്നൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവിടെയാണ്. ഇവിടെ ആ തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പാട്ടുകൂട്ടങ്ങൾ, നമ്മളെ ചെട്ടിയാമുട്ടിൽ മൊയ്തി എന്ന് പറയുന്ന ആലി ഹസൻ, ഇവരൊക്കെ അന്നത്തെ പാട്ടുകാരാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഓരോ ചെറിയ ചെറിയ പ്രദേശത്തും കോൽക്കളി ഭയങ്കര വ്യാപകമായിട്ട് നടക്കുകയായിരുന്നു. ഇപ്പം സ്കൂൾ യുവജനോത്സവത്തിനൊക്കെ ഉണ്ടാവുന്ന പോലെയൊന്നും അല്ലാതെ ഒരുപാട് ആളുകൾ കാഴ്ചക്കാരായിട്ട് വന്നിട്ടുള്ള വലിയ പരിപാടികൾ, അത് ഓർമ്മയുണ്ടോ? അത് ധാരാളമായിട്ടുണ്ട്. അന്ന് ആ കാലത്തൊന്നും മറ്റ് വിനോദ മാർഗങ്ങളൊന്നുമില്ല. ഈ ആകെ സിനിമ കാണുക എന്നുള്ള സമ്പ്രദായമൊക്കെ വളരെ റയറാണ്. സിനിമയെല്ലാം കാണാൻ പോകണമെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ വളരെ പ്രയാസപ്പെട്ട് ആരും അറിയാതെ ഈ സെക്കൻഡ് ഷോനൊക്കെ പോവുക, വളരെ പ്രയാസപ്പെട്ടിട്ട്. മറ്റ് വിനോദങ്ങളൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള പാട്ടും ഈ കോൽക്കളിയൊക്കെ. അപ്പോൾ ആ കുറച്ച് ചെറുപ്പക്കാർ കൂടി നമുക്കൊരു കോൽക്കളി വേണം എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് എന്ത് ചെയ്യൂ, ഒരു ചെറിയൊരു കളരിയ പോലത്തെ ഒരു വട്ടത്തിലാക്കി കെട്ടി ഒരു വീടിൻ്റെയോ മറ്റോ ഒരു കണ്ടം അതിനുപയോഗിച്ചിട്ട്
ഒരു പന്തലൊക്കെ ഇട്ട് ആ കോൽക്കളി പരിശീലിപ്പിക്കും. അങ്ങനെ പരിശീലിച്ച് ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞാൽ അതിനൊരു അരങ്ങേറ്റം ഉണ്ടാവും. ഈ അരങ്ങേറ്റത്തിനാണ് നമ്മളെ ഉച്ചഭാഷിണിയെല്ലാം ഉണ്ടാവുക. അതൊക്കെ ഒരു വലിയ ആഘോഷമാണ്. അന്ന് രാവിലെ ഒരു ഉച്ച മുതൽ ഈ ഉച്ചഭാഷിണീൻ്റെ ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് ആളുകളൊക്കെ ആണും പെണ്ണും ഒക്കെ വന്ന്, അപ്പം വേറെ ഏതെങ്കിലും ടീമുണ്ടെങ്കിൽ അവരും വന്ന് അങ്ങനെ ഒരു മത്സരമെല്ലാമായിട്ട് കോൽക്കളിയൊക്കെ കളിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നമ്മളെ ഈ ബാൻഡ് ഉണ്ടല്ലോ, ഈ ബാൻഡ് വാദ്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ അങ്ങനത്തെ ആഘോഷങ്ങൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രദേശം അന്നൊരു നമ്മളെ പെട്രോമാക്സ് കത്തിച്ചിട്ട് അതിൻ്റെ വട്ടത്തിലാണ് ഇത് കളിക്കുക. ഓരോ ഉരൾ വെച്ച് ആ ഉരളിൽ പെട്രോമാക്സ് വെച്ച് അതിൻ്റെ ചുറ്റും ഇങ്ങനെ. എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ വീട്ടിൽ ഈ വീട്ടിൻ്റെ ആദ്യത്തെ പുരയൽക്കൂട്, ഈ പുരയൽക്കൂട് നടത്തുന്ന സമയത്ത് കായക്കൊടി ഉപ്പ കായക്കൊടി എന്ന് കോൽക്കളി പഠിപ്പിക്കുന്ന കായക്കൊടിക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഒരു 10-40 ആൾ ഒന്നായിട്ട് പല ഗിഫ്റ്റുമായിട്ടാണ് വരുന്നത് വീട്ടിലേക്ക്. അങ്ങനെ ഒരു വന്നതിന് ശേഷം ഒരു ഒരളെടുത്ത് കൊണ്ടാകുന്നുണ്ട് ഞാൻ കണ്ടത്തിൽ. അപ്പോൾ ഇവർ നിന്ന് കോൽക്കളി കളിച്ച് ഒരു വല്ലാത്ത കോൽക്കളി. ഞങ്ങളിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അന്ന് അതൊരു വലിയ സംഭവമാണ്. എല്ലാവരും ആസ്വദിക്കുന്ന നമ്മളെ പുരക്കൂട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പകൽ ഈ കോൽക്കളിയൊക്കെ കളിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരു ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. അതിവിടെ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ തിരുപ്പുറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുളപ്പറമ്പിലുണ്ട്, നിങ്ങളുടെ വീട്ടിൻ്റെ എല്ലാം അടുത്ത് അവിടെയൊക്കെ കോൽക്കളി ഉണ്ടായിരുന്നു. പിന്നെ കാനംപറ്റ വയലിൽ ഞാനൊരു സ്ഥലത്തൊന്നും സ്ഥിരമായിട്ട് കോൽക്കളി പഠിച്ചിട്ടില്ല. ഒരു ശിക്ഷണത്തിലല്ല പഠിച്ചത്. ഓരോ സ്ഥലത്ത് പോയി കളിക്കൂ, അവിടുന്ന് ബാക്കി പഠിക്കൂ. അങ്ങനെ ഇത് അകവും പുറവും കളിക്കണം. ഈ അകവും പുറവും ഒരാൾക്ക് അകം കളിക്കുന്നതൊക്കെ പുറം കളിക്കാൻ പറ്റൂല അധികം. ഞാൻ ഈ 2 ഭാഗവും കളിക്കും. ആളില്ലാത്തപ്പോൾ എന്നെ ഇറക്കുക. അപ്പോൾ ഇറങ്ങിയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ നിന്ന് കളിച്ച് അങ്ങനെയാണ് ഞാൻ കളി പഠിച്ചത്. ഈ പരിചമുട്ട് കളിയില്ലേ, ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പരിചമുട്ട് കളി, ഏതാണ്ട് അതുപോലെ തന്നെയുള്ള ഒരു മാപ്പിള കലാരൂപം ഉണ്ടായിരുന്നു പണ്ട്, പരിചക്കളി. അത് ഇപ്പം ഇല്ല, ആർക്കും അതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയയില്ല. അന്ന് പരിചക്കളി വാണിമേല പരിശീലനം നടന്നിരിക്കുക. അന്ന് ആളെത്താങ്കണ്ടി ഉസ്സനാജിയൊക്കെ അത് പഠിച്ചതാണ് എൻ്റെ ഓർമ്മയിൽ. അത് ഉസ്സനാജി ഞാൻ പറയാൻ കാരണം ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു ഉസ്സനാജി. അപ്പോൾ ഉസ്സനാജി കളിക്കുന്നതുകൊണ്ടാണ് ഉസ്സനാജിന് ഇപ്പോഴും ഓർമ്മ ഉള്ളത്. അയാൾ മരിച്ചുപോയി. അപ്പോൾ അന്ന് പരിചക്കളി ഇവിടെ കുറേ കുട്ടികൾ പരിശീലിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വാണിമേൽ പാലത്തിൻ്റെ ഒരു ഫണ്ട് പിരിവിന് കുളപ്പറമ്പ് അവിടെ പല പരിപാടികൾ നടത്തി. അതിൽ പരിചക്കളി ഉണ്ടായിരുന്നു. തലശ്ശേരിക്കാർ ഇമ്പിച്ചുകാലി ഗുരുക്കളാണ് അതിൻ്റെ ആളായിട്ട് അന്ന് അതിൻ്റെ ഗുരുവായിട്ട് വന്ന് കുറേ ആളുകൾ. നല്ല രസകരം, കാണാൻ വല്ലാതെ രസമുള്ളൊരു കളിയായിരുന്നു അത്. ശരിക്കൊരു ആയോധന കലയാണ്. ആ നിലക്ക് അത് പോകും. അതിൻ്റെ പാട്ടൊക്കെ എങ്ങനെയാണ്? ആ പാട്ടൊക്കെ നമ്മൾ സാധാരണ പാട്ട് തന്നെ. അതിൽ ഇലത്താളം ഇങ്ങനെ മുട്ടും. നമ്മളെ ഇലത്താളം മുട്ടിയിട്ട് നമ്മളെ ചെണ്ടമേളക്കൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ആ താളം ഉണ്ടാവും. പിന്നെ ഇത് പരിചയം ഒരു വാളും ഉണ്ടാകുക. അതുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞ് കളിക്കുന്ന ഒരു വളരെ രസമുള്ള കളി. ഇങ്ങനെ മലക്കൊക്കെ അറിയും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നൊരു രസകരമായ കളിയാണ് അത്. അതിപ്പോഴും പിന്നെ ഈ കൊയിലാണ്ടി ഭാഗത്തൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കളി. ഇവിടെയുള്ള ആളുകൾക്ക് അറിയാം. മാഷ് പണ്ട് ഈ പാട്ട് എഴുതിയിട്ട് അതിങ്ങനെ ഓരോ വീക്കിലികളിലൊക്കെ പ്രസിദ്ധീകരിക്കുമായിരുന്നല്ലോ. അത് മാത്രമല്ല, അന്ന് മൂസാ വാണിമേലിനൊക്കെ പോലെ മാഷിൻ്റെ പാട്ടുകൾ എഴുതി അച്ചടിപ്പിച്ചത് വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സംഭവങ്ങൾ എങ്ങനെയായിരുന്നു? ഞാൻ മൂസാ വാണിമേലൊക്കെ എൻ്റെ ഗുരുവാണ്. മൂസാ വാണിമേലൊക്കെ അവരിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ. അപ്പോൾ അവരൊക്കെ ആ രംഗം നിർത്തിയതിന് ശേഷമാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അന്നൊക്കെ സാമ്പത്തികമായി വളരെ പ്രയാസമാണ്. ഞാൻ ശരിക്കും ഈ മദ്രസയിൽ പഠിപ്പിക്കാറുണ്ടെന്ന്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ മദ്രസ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ അതിനെല്ലാം ചില കാരണങ്ങളുണ്ട്. അവനെ ഹൈസ്കൂളൊക്കെ പഠിച്ച കുറച്ച് വൈകിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ അന്നേരം പാട്ട് എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ അവനെ പാട്ട് എഴുതി കഴിഞ്ഞാൽ അത് ഈ മദ്രസയിലെ സാഹിത്യ സമാജത്തിനൊക്കെ കുട്ടികളെ കൊണ്ട് പാടിക്കുകയൊക്കെ ചെയ്ത്, അപ്പോൾ ചിലത് നന്നെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടാൽ അത് അച്ചടിപ്പിക്കും. അപ്പോൾ ഏതെങ്കിലും പരിപാടി നാട്ടിലുണ്ടാകുമ്പോൾ, പിന്നെ എന്തെങ്കിലും ഒരു ഗാനമേളയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാർഷികമോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ കുറച്ച് കുട്ടികളെ സംഘടിപ്പിച്ച് ഈ പാട്ട് അച്ചടിപ്പിച്ച് കൊണ്ടുവന്ന് കല്ലാച്ചി സ്വരാജ് പ്രസ്ഥാനമെന്ന് അവർക്കറിയാം. ഞാനിത് കൊണ്ട് ചെല്ലുമ്പോൾ അവർക്കറിയാം. അപ്പോൾ അതൊക്കെ അതിന് രൂപത്തിൽ അതൊക്കെ അവിടുന്ന് അടുപ്പിച്ച് അതിൻ്റെ പൈസയൊക്കെ കൊടുത്ത്, പിന്നെ കുറഞ്ഞൊരു പൈസകൾ നമുക്ക് കിട്ടും. ഇത് പൂർണ്ണമായിട്ട് വിൽപ്പന നടന്നാൽ ഒരു 100-500 കോപ്പിയൊക്കെ അടിക്കുക അന്നേരം.
അപ്പോൾ അതുപോലത്തെ ഒരു കോപ്പി ഇപ്പം എൻ്റെ കയ്യിൽ പല കോപ്പികളും പലർക്കും അറിയായിരുന്നു. ചില പാട്ടുകളും ചിലർ ഇപ്പോഴും പാടാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വരി പോലും എനിക്ക് ഓർമ്മയില്ല. വാണിമേൽ പാലവും കോൽക്കളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമില്ലേ, അതെന്തായിരുന്നു? ഇത് തമ്മിലുള്ള ബന്ധം എന്താ? വാണിമേൽ പാലം ഞാൻ നേരത്തെ പറഞ്ഞ പരിചമുട്ട് കളി പറഞ്ഞില്ലേ, വാണിമേൽ പാലത്തിന് അന്ന് 1,00,000 ഉറുപ്പ്യാൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വാണിമേൽ പാലത്തിന് ആവശ്യമായ തുക 1,00,000 രൂപയാണ്. അതിൽ 50,000 രൂപ സർക്കാരും 50,000 രൂപ ജനങ്ങൾ പിരിച്ചെടുക്കണമെന്നാണ്. അതിന് സർക്കാരിന് കൊടുക്കണം. ഈ 50,000 രൂപ അന്ന് പിരിച്ചെടുക്കാൻ ഞാൻ എളുപ്പമുള്ള കാര്യമല്ല. ഒരു വലിയ കാരണം ആരും പണക്കാരായിട്ട് വളരെ ചുരുങ്ങിയ ആളുകളാ സാമ്പത്തികമായ ശേഷിയുള്ളൂ. അപ്പോൾ ആളുകളിൽ നിന്ന് അന്നൊരു 5 റുപ്യ ഒക്കെയാണ് വലിയ കൂലി. ജോലിയൊക്കെ ചെയ്ത വലിയ കൂലി 5 രൂപയാണ്. സാധാരണ ഒരു ചായ കടിക്ക് 20 പൈസയാണ്. അപ്പോൾ ഇതൊന്നും ആളുടെ കയ്യിലില്ലാത്ത സംഭവമാണ്. അപ്പോൾ അന്ന് ഈ 50,000 രൂപ പിരിച്ചെടുക്കാനെന്ന് PV കുഞ്ഞമ്മദ് ഹാജിയാണ് നമ്മുടെ നാട്ടിലെ ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്ന ഒരാൾ. കുഞ്ഞമ്മദ് ഹാജി വ്യക്തിത്വം അതാണ്. അപ്പോൾ അയാളുടെ നേതൃത്വത്തിലാണ് ഈ 50,000 രൂപ പിരിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ടായത്. അന്ന് ഈ പരിചക്കളി അതുപോലെ ബാൻഡ് മുട്ട് പെണ്ണുങ്ങളും മറ്റുള്ളവരും വന്നിട്ട് ഒരു സംഭാവന കൊടുക്കുന്ന ആ സമ്പ്രദായം അവർ നേരത്തെ ആവശ്യപ്പെട്ട് എഴുതി വാങ്ങുന്നത്. അപ്പോൾ അതിനൊരു പരിപാടി വെച്ചതാണ്. അപ്പോൾ അന്ന് അത് കുളപ്പറമ്പിലാണ്. അന്ന് കുളപ്പറമ്പ് നമ്മൾ ഇന്നത്തെ പോലെ ഈ പഞ്ചായത്ത് ഓഫീസും മറ്റൊന്നും കുളപ്പറമ്പിലില്ല. കുളപ്പറമ്പ് വിശാലമായൊരു മൈതാനമാണ്. ഒരുപാട് പരിപാടികളൊക്കെ അവിടെ നടക്കാറുണ്ട്. എപ്പോഴും വോളിബോളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. വോളിബോൾ ടൂർണമെൻറ്റൊക്കെ കുളപ്പറമ്പ്. അതാ നമ്മൾ ആ കുട്ടിക്കാലത്ത് വളരെ ആവേശകരമായിട്ട് ഇതെല്ലാം കാണാനും പോകും. അപ്പോൾ അതിൽ കോൽക്കളി ടീമുണ്ടായിരുന്നു. അത് ഇപ്പം എൻ്റെ കെയർ ഓഫിൽ ഞങ്ങളൊരു ടീമാണ്. അത് ഓരോ സമയത്ത് ഇങ്ങനെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ കളിക്കണം. ആ കളി കളിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ അന്നിങ്ങനെ ഒരു സർവത്ത് പോലെയുള്ളൊരു വെള്ളം ഇടക്കിടക്ക് ഇത് കുടിക്കും, പിന്നെയും കളിക്കും. അതായത് കോൽക്കളിയെല്ലാം കളിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുകൂടിയാണ് വാണിമേൽ പാലത്തിലൂടെ ഇന്ന് വണ്ടി പോകുന്നത്. കോൽക്കളി ഇങ്ങനെയുള്ള വല്ലാത്ത അധ്വാനം ഉണ്ടായിട്ടുണ്ട് അതിൽ. കോൽക്കളി എന്നല്ല, ആ സംഖ്യ അന്ന് 50,000 രൂപ പിരിച്ചെടുക്കാൻ ഇവർ വല്ലാതെ അധ്വാനിച്ചിട്ടുണ്ട്. ഒരുപാട് ദിവസങ്ങളോളം അതിന് അത്യധ്വാനം ചെയ്തിട്ടാണ് അതൊക്കെ നടത്തിയത്. കാരണം നമ്മളൊന്ന് കുട്ടികളാണെങ്കിലും ഇതിൻ്റെയൊക്കെ സംഭവം പിന്നീട് നമ്മൾ അറിയുന്നത്. അപ്പം നമ്മളൊന്ന് കളിച്ചു, കളി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷെ പിന്നെ നമ്മൾ അറിവ് വെച്ച് നോക്കുമ്പോൾ അത് വലിയ സംഭവമായിരുന്നു. ഈ പുതിയ കാലത്തെ മാപ്പിള പാട്ടുകളെ സംബന്ധിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഭയങ്കര പോപ്പുലറാണ്, ജനപ്രിയമാണെന്നാണ്. എല്ലാ വിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടുന്നതാണത്. പക്ഷേ എന്നാൽ അതേ സമയം തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ തനിമ ഒന്നും ഇല്ലാത്ത, അത് ചോർന്നു പോകുന്നു എന്ന് പറയുന്ന വേറൊരു ആരോപണമുണ്ട്. മാഷക്ക് എന്താ ഇതിനെക്കുറിച്ച് അഭിപ്രായം, പുതിയ പാട്ടുകളെ കുറിച്ച്? പുതിയ കാലത്ത് പാട്ടുകളെന്ന് പറഞ്ഞാൽ പലതും ഒരു ക്ഷിപ്ര ആസ്വാദനം മാത്രം അത് നടത്തുന്നുള്ളൂ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു ഫാത്തിമ എന്ന് പറഞ്ഞൊരു പാട്ട് ഇറങ്ങിയിരുന്നു, നമുക്കറിയാലോ, ഇയാൾ പാടിയ കുഞ്ഞി മൂസയുടെ മകൻ പാടിയ പാട്ട്. അത് കുറച്ച് ദിവസം ആൾക്കാരുടെ ചുണ്ടിലിങ്ങനെ എപ്പോൾ തട്ടിക്കളിച്ചൊരു പാട്ടാണ്. പക്ഷെ പിന്നീട് ആ പാട്ട് കേൾക്കലിന് ഒരു അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം അതിലൊന്നുമില്ല, അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും അല്ലാണ്ട് അതിൽ വേറെ ഒരു ഇതില്ല. പിന്നെ തനിമ എന്ന് പറയുന്നത് അതുണ്ടാക്കിയെടുത്ത പാട്ടിൻ്റെ ഒരു രചന സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ വരണം. അത് പുതിയ കാലത്തെ പാട്ടുകളിൽ പലതും വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അസൽ പഴയ കാലത്തെ പാട്ടുകൾ ഇപ്പോഴും ആ വരികളൊക്കെ പലർക്കും നന്നായിട്ട് ഓർമ്മിച്ച് പാടാൻ കഴിയും. പുതിയ കാലത്ത് ഇപ്പോൾ സ്കൂൾ കലോത്സവത്തിന് തന്നെ പുതിയ രചനകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ആ പാടുന്ന കുട്ടി ബൈഹാർട്ട് പഠിച്ച് പാടുക എന്നല്ലാതെ പിന്നീട് ആ പാട്ട് ആർക്കും മനസ്സിലാക്കുക പാടുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ജനകീയമാണ് എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. കാരണം പാട്ട് പലതും ഉണ്ടാവുന്നതല്ല, പാട്ട് ഉണ്ടായി വരണം. അങ്ങനെ ഉണ്ടായി വരുമ്പോഴാണ് ആ ഭാവന സമ്പന്നമായ കവിത. അങ്ങനെ വരുമ്പോൾ നമ്മളത് നെഞ്ഞോടേറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാപ്പിളപ്പാട്ടിൻ്റെ ആൽബങ്ങളില്ലേ, അതിൽ ശരിക്കും മിസ്സാവുന്ന സംഭവം ഈ ഒരു ഭാവനയുടെ ഒരു എലമെൻ്റ് അല്ലേ? അത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കുമ്പോൾ ആളുകൾ ആണും പെണ്ണും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് പാടുന്നു. പക്ഷെ അതിലൊരു ഒന്നുമില്ലല്ലോ, ഈ ഒരു ഭാവന സമ്പന്ന എന്നതിന് പറഞ്ഞുകൂടാ. കാരണം അതൊക്കെ ഒരു പൈങ്കിളി സാഹിത്യം പോലെയാണ് എനിക്കത് തോന്നുന്നത്.
കാരണം ഭാവന എന്നുള്ളത് പിന്നെ പഴയ കാലത്തെ പാട്ടുകളൊക്കെ ഭാവന വിണ്ടൊരു പൂമാരം നട്ട് വളർത്തി ഞാനെ മധു നിറച്ചാനെ വിരിഞ്ഞക്കാനി തിന്നാൻ സാധിച്ചില്ലല്ലോ തേനെ. അതൊക്കെ പഴയ കാലത്തെ പാട്ടാണ്. അതൊക്കെ ആ പാട്ടുകളൊക്കെ എന്ത് ചെയ്യേണ്ടതിന് അതിൻ്റേതൊരു ആശയോ ശരിക്കും പറയുന്നത് ഒരു സെക്സ്വലായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിലും നമുക്കതിൻ്റെ ഒരു സുഖം കിട്ടുന്നുണ്ട്. പക്ഷേ പുതിയ കാലത്തെ രചനകൾ നേരെ പച്ചയായിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം അതിനൊരു കേൾവിക്കൊരു സുഖം കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാപ്പിളപ്പാട്ട് ശരിക്കും ഈ വിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണെന്നും അതിനകത്ത് പ്രേമം പോലെയുള്ള കാര്യങ്ങളൊന്നും വരുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള ആ ഒരു അഭിപ്രായമുണ്ട്. മാഷിൻ്റെ ഒരു അഭിപ്രായം എന്താ അതിൽ? മാപ്പിളപ്പാട്ട് കുറേ ശാഖകളുണ്ട്. മാപ്പിളപ്പാട്ടിൽ പടപ്പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, തടിയുറുതി ബൈത്തുകൾ, പിന്നെ കെസ്സുകൾ, മൈലാഞ്ചിപ്പാട്ടുകൾ, ഇങ്ങനെ കുറേ ശാഖകളുണ്ട് മാപ്പിളപ്പാട്ടിൽ. ഇതിൽ വിശ്വാസം വലിയ ട്രഡീഷണലായിട്ട് പറയുന്നത് ഈ പടപ്പാട്ടുകളും കിസ്സപ്പാട്ടുകളൊക്കെയാണ്. മൈലാഞ്ചിപ്പാട്ടുകൾ നമ്മൾ ഒപ്പനപ്പാട്ടുകളൊക്കെ മൈലാഞ്ചിപ്പാട്ടുകളത്തിലാണ്. കെസ്സ് പാട്ടുകൾ എന്ന് പറയുന്നത് ഈ പ്രണയഗാനങ്ങളൊക്കെ കെസ്സ് പാട്ടുകളിലാണ് വരിക. അപ്പോൾ ഇങ്ങനെ അത് ഓരോ ശാഖയായിട്ട് വരുന്ന. അപ്പോൾ ഇതൊക്കെ മാപ്പിളപ്പാട്ടിനെ. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാസം കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലും മേൽക്കമ്പി. മോയിൻകുട്ടി വൈദ്യർ മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ രചനക്ക് അങ്ങനെ ഒരു നിയമം, ലിഖിതമല്ലെങ്കിൽ ആ നിയമം വെച്ചുകൊണ്ട് അവരൊക്കെ പാട്ട് എഴുതി. ആ തരത്തിൽ എഴുതുന്ന പാട്ടുകളൊക്കെ ആ നിയമപരമായിട്ട് എഴുതുമ്പോൾ അതൊരു മാപ്പിളപ്പാട്ടിൻ്റെ ഗണത്തിൽ വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ മോയിൻകുട്ടി വൈദ്യരായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എഴുതുന്ന സമയത്ത് അന്നത് ഭയങ്കരമായിട്ട് ആളുകൾ എന്തിനാണ് ഈ ബദർപ്പടപ്പാട്ടൊക്കെ എഴുതിയ ഒരാൾ എന്തിനാണ് ഈ പ്രേമത്തിനെ കുറിച്ച് എഴുതുന്നത് എന്നുള്ളൊരു ചോദ്യം വരികയും അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ വരികയും അദ്ദേഹം ഭയങ്കരമായിട്ട് അതിനകത്ത് പെട്ടുപോയി എന്നൊക്കെ എം.എൻ. കാരശ്ശേരി എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് സത്യത്തിലുണ്ടോ? അത് ശരിയാണോ? മോയിൻകുട്ടി വൈദ്യർ ആദ്യം എഴുതിയത് ബദറുൽ മുനീറാണ്. അതിന് ശേഷമാണ് ബദർ എഴുതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ബദറുൽ മുനീർ എന്നുള്ള അന്ന് പ്രണയഗാനം, അന്ന് ശരിക്കൊരു സ്ത്രീ ശാക്തീകരണ ഗാനമായിരുന്നു ഒന്നാണ് അത്. അപ്പോൾ അതിൽ സാങ്കല്പികമായ കുറേ കഥാപാത്രങ്ങളും ജിന്നും പിന്നെ അങ്ങനെയുള്ള അപ്പോൾ അന്നുള്ള പണ്ഡിത സമൂഹം ഇതിനെ നന്നായിട്ട് എതിർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രായശ്ചിത്തമായിട്ടാണ് ബദർ എഴുതിയതെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യം അദ്ദേഹം ബദറുൽ മുനീർ എഴുതിയതിന് ശേഷമാണ് ബദർ പടപ്പാട്ട് എഴുതുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സിനിമയിൽ വരുന്ന മാപ്പിളപ്പാട്ടുകളെ മാഷ് ഏത് രീതിയിലാണ് കാണുന്നത്? മാഷക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ ഈ സിനിമ പാട്ട്? എനിക്ക് മാപ്പിളപ്പാട്ട് മാത്രമല്ല, പഴയ കാലത്തെ സിനിമാ ഗാനങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. അത് ഇപ്പോൾ ഈ പാട്ടില്ല, ശരറാന്തൽ തിരിതാണ് മുകിലിൻ കുളിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ആ പാട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ വല്ലത് ആ കാലത്ത് ചെറുപ്പകാലത്തൊക്കെ ഈ ചലച്ചിത്ര ഗാനങ്ങൾ പറഞ്ഞ് റേഡിയോയിൽ ഒരു പരിപാടി ഉണ്ടാകും. ഈ ചലച്ചിത്രങ്ങൾ പഴയ ഗാനങ്ങളായിരിക്കും. ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാറുണ്ട്. നല്ല ചില ഭാവനകളുള്ള ചില പാട്ടുകളുണ്ട്, അതൊക്കെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന പെണ്ണെ, ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ഭാവനയൊന്നും സാധാരണ നമ്മുടെ മാപ്പിളപ്പാട്ട് രചനയിൽ വരുന്നില്ല. അപ്പോൾ സിനിമാ പാട്ടിലൊക്കെ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി, പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ, അതൊക്കെ നല്ല രസകരമായ പാട്ടുകൾ. അതൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ ഇശലുകളിലാണ് വരുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രാസ നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിലും ഇശല് രീതി മാപ്പിളപ്പാട്ടിൻ്റേതാണ്. അങ്ങനെ ആ പാട്ട് അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. കായലരികത്ത് ഇതൊക്കെ കേട്ടാൽ എത്ര പ്രാവശ്യം കേട്ടാലും പിന്നെ കേൾക്കാൻ തോന്നും. നമ്മുടെ മാപ്പിള കലകളുടെ ഒരു തനിമ സംരക്ഷിക്കുന്നതിൽ ഈ സംസ്ഥാന സ്കൂൾ യുവജനോത്സവമൊക്കെ ഏത് തരത്തിലുള്ള ഒരു റോളാണ് വഹിച്ചത്? മാപ്പിള കലകളുടെ തനിമ പൂർവ്വകാലങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ദൃശ്യമാധ്യമങ്ങൾ കൂടുതലായി വന്നതിന് ശേഷം ഈ ഡിജിറ്റൽ ഇതിലെ എല്ലാ പരിപാടികളും വിഷ്വൽ ചെയ്ത് അപ്പോൾ പിന്നീട് ആളുകൾ ഇതിനെ കോപ്പി അടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ഈ കലകളൊക്കെ ഒറ്റ കോപ്പിയാണ്. നമുക്ക് വല്ലാതെ ഈ വിരസത അനുഭവപ്പെടും ഇത് കാണുമ്പോൾ. പഴയ കാലത്ത് ഇപ്പം ഞാനൊരു കല അഭ്യസിപ്പിക്കുകയാണെങ്കിൽ അത് എൻ്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ആ ശൈലിയിലാണ് പഠിപ്പിക്കും. വേറെ ആരുടെ ശൈലിയും എനിക്കുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ പറയും അത് സി കെയുടെ ശൈലിയാണ്,
ഇനി വേറെ മുഹമ്മദ് അലി മാഷ പഠിപ്പിക്കുന്നത് അത് അയാളെ ശൈലിയാണ്. ഇന്നത് മനസ്സിലാവില്ല. കാരണം ഇന്ന് സംസ്ഥാന യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം കിട്ടി ഏതോ ഒന്നുണ്ടെങ്കിൽ അത് തന്നെ അതിൻ്റെ വേരുകൾ പിടിച്ചുകൊണ്ട് അതേ രൂപത്തിൽ അവതരിപ്പിക്കുന്നൊരവസ്ഥയാണ് എന്നുള്ളത്. ഇപ്പോൾ പഴയ കാലത്ത് ഈ വിഷ്വൽസ് ഇല്ലാത്തൊരു കാലത്ത് ആളുകൾ ഇതിനെ അതിൻ്റെ തനിമയോടുകൂടി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ യുവജനോത്സവം യുവജനോത്സവത്തിന് ആ മാപ്പിള കലകളൊക്കെ. കാരണം ദപ്പുമുട്ട്, അറവനമുട്ട്. ഇന്നിത് ശരിക്കും പറഞ്ഞാൽ ആസ്വാദനവും അതുപോലെ അംഗീകാരവും ഇന്ന് ഒരു തുറിച്ചു നോട്ടാണ് എല്ലാവരും നടത്തുന്നത്. കാരണം എൻ്റെതിന് കിട്ടണം, മറ്റാർക്കും കിട്ടാൻ പാടില്ല എന്നുള്ള ആ ഒരു വല്ലാത്തൊരു മനോഭാവത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. പക്ഷേ സത്യത്തിൽ അതിൽ ശരിയായിട്ടൊന്നും ഉണ്ടാകുന്ന ഒരവസ്ഥയില്ല. കാരണം പലരും ഈ മറ്റുള്ളതിനെ തന്നെ ആവർത്തിച്ച് അത് തന്നെ കാണിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഒരു സുഖം തോന്നുന്നില്ല. ഇന്നത്തെ എല്ലാം നമ്മൾ നോക്കിയാൽ നമുക്കതിങ്ങനെ കണ്ടിരിക്കാൻ പറ്റില്ല. ഒന്ന് കണ്ടാൽ മതി, പിന്നെ എല്ലാം അതേ മോഡൽ തന്നെയാണ് സംഭവം. അപ്പം അങ്ങനെയുള്ള ആ മോഡലുള്ളാകുമ്പോൾ പലതും ഇത് തനിമ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഈ യുവജനോത്സവങ്ങളിൽ മോയിൻകുട്ടി വൈദ്യരുടേതുപോലുള്ള പാട്ടുകൾ മാത്രം പാടിയാലാണ് സമ്മാനം കിട്ടുക എന്ന് പറയുന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. ഇതെന്തുകൊണ്ടാണ്? അത് ശരിയാണോ? ശരിക്കും നമുക്ക് ചുറ്റുപാടും പലതരത്തിലുള്ള, മാഷ് നേരത്തെ പറഞ്ഞ പോലെ വൈവിധ്യങ്ങളുള്ള മാപ്പിള പാട്ടുകളില്ലേ. അപ്പം നമ്മുടെ തനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രത്യേക സംഭവത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയില്ല. അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം പഴയ കാലത്തൊക്കെ തനിമയാർന്ന മാപ്പിളപ്പാട്ടുകളൊക്കെ മോയിൻകുട്ടി വൈദ്യരൊക്കെ രചിച്ച ഒരുപാട് പാട്ടുകൾ രചിച്ചിട്ടുണ്ട് മോയിൻകുട്ടി വൈദ്യർ. ബദർ മാത്രമല്ല, ബദർ, ഉഹദ്, അതുപോലെ മലപ്പുറം കിസ്സ, ഇങ്ങനെ ഒരുപാട് കൃതികൾ അദ്ദേഹത്തിനുണ്ട്. അത് ഒരുപാട് പാട്ടുകളുണ്ട്. അത് വിവിധ തരത്തിലുള്ള വിവിധ ട്യൂണുകളിലുള്ള പാട്ടുകൾ. ആശയ സമ്പൂർണ്ണമാണത്. ഇതിവൃത്തങ്ങളൊക്കെ വളരെ കറക്റ്റായിരിക്കും. പിന്നെ അതുപോലെ അതിൻ്റെ പ്രാസ നിയമങ്ങളൊക്കെ വളരെ ഛന്ദശാസ്ത്രപരമായിട്ട് ഫിറ്റായിരിക്കും. അത് ആ തരത്തിലുള്ള എഴുത്തുകളും കാര്യങ്ങളും പിന്നീട് വരുന്നില്ല. ഇനി അങ്ങനെ വരുന്നതാണെങ്കിൽ അതിനെ കൊടുക്കുക. അവന് ആര് രചിച്ചു എന്നത് വിഷയമല്ല, എങ്ങനെ അവതരിപ്പിച്ചു, അതിൻ്റെ രൂപം എന്ത് എന്നതാണ് അതിന് ശരിക്കും നോക്കേണ്ടത്. ഇപ്പോൾ പുതുകാലത്ത് ഒരുപാട് പാട്ടുകൾ വരുന്നുണ്ട്. ഇപ്പം സാധാരണ യുവജനോത്സവത്തിലൊക്കെ കിട്ടുന്നത് പഴയ പാട്ടുകൾക്കല്ല. പക്ഷേ ഈ ഒരു കുറ്റം പറയുന്നല്ല, ഈ പാട്ടുകൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട് ഇപ്പോൾ എഴുതുന്നത്. പക്ഷെ അത് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പാട്ടുകൾക്ക് ഇന്ന് സമ്മാനം സ്റ്റേറ്റിൽ കിട്ടുന്നുണ്ട്. സ്റ്റേറ്റിൽ ഒന്നായിട്ട് പിന്നെ പണ്ടത്തെ പോലെ ഫസ്റ്റ് സെക്കൻഡ് എന്നല്ല, എല്ലാവർക്കും എ ഗ്രേഡാണ്. അപ്പോൾ ആ എ ഗ്രേഡ് കിട്ടുന്ന രൂപത്തിൽ എല്ലാവരും പാട്ടുകൾ എഴുതുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ മൊയ്തു മാഷ്, വാണിമേൽ മൊയ്തു മാഷ് എഴുതിയ പാട്ടിന് സംസ്ഥാന തലത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അതുപോലെ പലരും ബത്തറുദ്ദീൻ പാറന്നൂർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എഴുതുന്ന പാട്ടുകൾക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് മോയിൻകുട്ടി വൈദ്യര അല്ല, പുതിയ ആളുകളും എഴുതിയ നല്ല പാട്ടുകൾക്ക്. പിന്നെ ആലാപനം വലിയൊരു ഘടകമാണ്. നല്ല ആലാപനം വരുമ്പം ചിലപ്പോൾ അതിൻ്റെ ആശയങ്ങൾ നോക്കാതെ ഇതൊക്കെ കിട്ടും. എല്ലാ ഭാഗവും നോക്കണം. അതിൻ്റെ ശ്രുതി, പിന്നെ ആലാപനവും ആശയവും അതിൻ്റെ രചനാശാസ്ത്രവും ഒക്കെ ഇതെല്ലാ ഭാഗങ്ങളും നോക്കുമ്പോഴാണ് ഒന്നിന് കൊടുക്കേണ്ടത്. പക്ഷെ ഇത് പലതും നോക്കുന്നില്ല എന്നതും ഒരു സത്യമാണ്. കേരളത്തിൽ ഉടനീളം നടന്ന ഒരുപാട് മത്സരങ്ങളിൽ, സംസ്ഥാന തലം മുതൽ ഇങ്ങോട്ടുള്ള മത്സരങ്ങളിൽ മാപ്പിള കലകളുടെ ജഡ്ജായിരുന്നു മാഷ്. അതെ. അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ടുമുട്ടിയ ഏതെങ്കിലും ഭയങ്കര സ്പാർക്കുള്ള നല്ല പ്രതിഭയുള്ള ആരെങ്കിലും ഓർമ്മയുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ പ്രതിഭയെ ഞാൻ കണ്ടെത്തിയതല്ല, പക്ഷെ ഒരു പ്രതിഭ ഉണ്ടായിട്ടുണ്ട്. ഒന്നുമല്ല, അതിലൊരു ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ കസൻ്റെ ഹൈസ്കൂളിൽ തന്നെ, കസൻ്റെ ഹൈസ്കൂളിൽ പിന്നെ സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ ഞാൻ വിധികർത്താവായിട്ട് വരും. ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അറബിക്ക് പദ്യ പാരായണ മത്സരത്തിന് അതിൻ്റെ തൊട്ട മുമ്പത്തെ കൊല്ലം സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു, KC അനസ് എന്ന് പറയുന്നത്. ആ കുട്ടി ആ കൊല്ലം പാടും. സ്വാഭാവികമായിട്ടും ആ കുട്ടി ഒരു സംസ്ഥാന തലത്തിലൊരു കുട്ടി 1ാം സ്ഥാനം കിട്ടിയാൽ അടുത്ത സ്കൂൾ കലോത്സവത്തിന് പിന്നെ നോക്കണ്ടല്ലോ, അത് പിന്നെ കൊടുക്കണമെന്നല്ല അതിൻ്റെ ശരി. അപ്പോൾ ആ പരിപാടിയിൽ വേറൊരു കുട്ടി, നമുക്ക് പരിചയമൊന്നുമില്ലാത്തൊരു കുട്ടിയും പാടിയിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി, ഈ അനസിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അവർ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയ കുട്ടിയാണെന്ന് അറിയാം. പക്ഷെ എനിക്ക് തോന്നി ഇവനല്ല ശരിയായത്. വേറെ പാടിയ ആ കുട്ടിയുടെ പേര് സാബിർ എന്നാണ്, ഒക്കെ പിന്നെ പഠിച്ചതാണ്.
അതാണ് എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞത്, ഈ കുട്ടിയിലാണ് ശരിക്ക് കവിത ശരിയായത്. അപ്പം ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന 2 പേരുണ്ടല്ലോ, അതിൽ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, അനങ്ങണ്ട് അടി കിട്ടും, സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയ കുട്ടീനെ ഒഴിവാക്കിയിട്ട് നമ്മൾ വേറൊരു കുട്ടിക്ക് കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്നിച്ച് പോകാൻ പറ്റൂല. അതൊന്നും എനിക്ക് എന്താകുന്നില്ല, എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ള പിന്നെ മറ്റൊന്നാൾ CK കാസിം മാഷ, നമ്മളെ കാസിം മാഷ മറ്റേ ആ കുട്ടിയല്ലേ കുറച്ചും കൂടെ. ഞാൻ പറഞ്ഞ ഉറപ്പാണ്, കൊടുക്കവന് ഫസ്റ്റ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത്, ഈ സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം കിട്ടിയ കുട്ടിയെ തഴഞ്ഞിട്ട് സ്കൂൾ കലോത്സവത്തിന് പിറ്റേത്തെ വർഷം കൊടുത്തത് മറ്റൊരു അറിയപ്പെടാത്ത കുട്ടിക്കാണ്, അറബി പദ്യത്തിന്. പക്ഷേ ഇത് ഇതിൻ്റെ സംഘാടകർ അനൗൺസ് ചെയ്തില്ല. അവർ ഇതിൻ്റെ ഒരു പ്രയാസം അന്ന് മൊയ്തു മാഷാണല്ലോ വാണിമേൽ സ്കൂള് ക്രസൻറ്റിലെ ഈ അറബിക്കിൻ്റെ ഒരാൾ. അപ്പോൾ മൊയ്തു മാഷെ കാത്തവർ നിന്ന് മൊയ്തു മാഷോട് പറഞ്ഞ് ഇങ്ങനെയാളുടെ എന്താ ചെയ്യുക, അതാ ശരിയേ കൊടുത്തേക്കെന്ന് പറഞ്ഞ്. അയാളും പറഞ്ഞ് അത് ശരി, എനിക്കും തോന്നിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് അത് അനൗൺസ് ചെയ്തത്. അപ്പോൾ പിന്നെ എൻ്റെ തേട്ടം, ഈ കുട്ടി മറ്റേ കുട്ടി സ്റ്റേറ്റ് കിട്ടിയൊരു കുട്ടിയാണല്ലോ, ഈ കുട്ടി എന്തായി പോകരുത്, ഇവിടുന്ന് ഫെയിലായി പോകരുത്, സബ് ജില്ലയും ജില്ലയിലൊക്കെ കയറിപ്പോണ്ടേ. അങ്ങനെ എൻ്റെ മനസ്സ് പ്രാർത്ഥിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ നമുക്കൊരു മോശം ഇത് വരുമല്ലോ. ഈ ഭാഗ്യം എന്ത് പറയട്ടെ, ഈ കുട്ടി സംസ്ഥാന ലെവലിൽ 1ാം സ്ഥാനം നേടി. ഞാൻ കൊടുത്തിട്ടല്ലാതെ ഈ അനസ് എന്ന് പറഞ്ഞ കുട്ടി മാപ്പിളപ്പാട്ടിൽ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് അവൻ മാപ്പിളപ്പാട്ടിന് 1ാം സ്ഥാനം അവനും നേടി. അപ്പോൾ ഈ 2 കുട്ടികളും ആ വർഷം ക്രസൻറ്റ് ഹൈസ്കൂളിൽ 2 പ്രതിഭകളായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് സത്യത്തിൽ അന്ന് ആ കുട്ടിക്ക് നമ്മൾ ആ ഒരു സ്ട്രെസ് എടുത്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടി അവിടെ തന്നെ അസ്തമിച്ച് പോകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് സംഘർഷങ്ങളുടെ കൂടെ കഥയാണ് ഓരോ യുവജനോത്സവം. അപ്പോൾ ഒരു ജഡ്ജ് എന്നുള്ള രീതിയിൽ മാഷ് ഭയങ്കരമായിട്ട് പെട്ടുപോയ തരത്തിലുള്ള എന്തെങ്കിലും ഈ യൂത്ത് ഫെസ്റ്റിവലുകളുണ്ടോ? ഈ അടി, കുഴപ്പം, അപ്പീൽ, രക്ഷിതാക്കളുടേത് അപ്പീൽ സാധാരണ ഉണ്ടാവും. ഈ അപ്പീൽ ഇപ്പോൾ ജില്ലാ കലോത്സവം വന്നാൽ ഒരുപാട് അപ്പീലുണ്ടാവും. കാരണം എല്ലാവർക്കും സ്റ്റേറ്റിന് പോകണം. അപ്പീലല്ലാതെ അടി കിട്ടിയൊക്കെ സംഭവം ഉണ്ടോ? അടി കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് സത്യത്തിൽ എന്നെ കുറേ ആളുകൾക്ക് താല്പര്യമാണ്, ഞാൻ മനസ്സിലാക്കിയത്. കാരണം ചില പരിശീലകന്മാർക്കോ നിങ്ങളുണ്ടോ സമാധാനം. കാരണം അവർക്ക് അത് ഞാൻ എന്നൊന്ന് പുകയത്തുന്നല്ല, അവർ പറയും പിന്നെ നിങ്ങളൊക്കെ നിഷ്പക്ഷമതികളാണ് ഞങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെന്ന്. അപ്പോൾ എനിക്കതല്ല, ഞാൻ ആര് തന്നെയാണെങ്കിലും അവരെ ഇത് ആര് പരിശീലിപ്പിക്കുന്നതല്ല, ആ കുട്ടികളെ പെർഫോമൻസ് എങ്ങനെയെന്ന് മാത്രമേ ഞാൻ നോക്കുള്ളൂ. അതിൽ പിന്നിൽ എന്ത് വരുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കാറില്ല. അതെനിക്ക് പേടിയില്ല. കാരണം നമ്മൾ മനസ്സാക്ഷിക്ക് എതിരായിട്ടൊന്നും ചെയ്യൂല, അതിലെന്ത് വന്നാലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ധൈര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളുണ്ടാകും. പക്ഷേ ഇത് ചില ആളുകൾ ഒന്നിനും ഒരു അർഹതയില്ലാത്ത ആളുകളായിരിക്കും അധികം വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അവർക്ക് ഇത് പറഞ്ഞു കൊടുത്തു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? ആ പ്രശ്നമൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. തടഞ്ഞു വെക്കല്ല, കാസർഗോഡ് തന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ട് കുട്ടികൾ. അത് പിന്നെ ഒരാൺകുട്ടികളെ ഒപ്പനക്ക് അത് സത്യത്തിൽ തടയേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവർക്കൊരു അതാണ്. അപ്പം എന്നെ പിന്നെ ഭീഷണിപ്പെടുത്തി അടുത്ത കൊല്ലം നിങ്ങളിവിടെ വന്നിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ഇവർ വിളിച്ചാൽ ഞാൻ ഉടനെ വരുമെന്ന് പറഞ്ഞു. പിറ്റേത്തെ വർഷം വീണ്ടും ഇവരെന്നെ വിളിച്ചു ജില്ലക്ക്. ഞാൻ പോയി. പിറ്റേത്തെ വർഷം ഒരു പ്രശ്നമില്ല. ഈ ആളുകളൊക്കെ അന്ന് തന്നെ വെല്ലുവിളിച്ച ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലായിരുന്നു. എനിക്ക് പോകുന്നതിനൊന്നുമില്ല, എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. കാരണം നമ്മളൊന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇവരെന്ത് ചോദിച്ചാലും അതിന് കൃത്യമായ മറുപടി പറയാൻ നമ്മൾ നോട്ടുണ്ട്. പക്ഷെ ഓർക്കതൊന്നും ആവശ്യമില്ല. ഈ ഇവർക്ക് കിട്ടാത്തത് എന്തുകൊണ്ട് എന്നുള്ളതല്ല, നമുക്ക് കിട്ടേണ്ടതാണ്, അത് കിട്ടിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് അധികം ആൾക്കുണ്ടാകുക. മാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാപ്പിളപ്പാട്ട് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട മാപ്പിളപ്പാട്ട്? എനിക്കങ്ങനെ മാപ്പിളപ്പാട്ട് പ്രത്യേകിച്ചൊരു ഇഷ്ടമില്ല. പാട്ടുകളൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന, നമ്മുടെ അകത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു പാട്ടുണ്ടാവില്ലേ? എനിക്ക് പിന്നെ അലിമാഷ് ഒരു പാട്ടുണ്ട് നമ്മളെ സാധാരണ. ഇത് മുമ്പ് ഈ പാട്ടുകളെക്കുറിച്ച് ഫോസിലുകളാണെന്നൊരു അഭിപ്രായം പറയാറുണ്ട്. ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാവുന്നു. അപ്പോൾ ഏതായാലും നമ്മളൊരു 75 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഇന്നത്തെ പോലത്തെ ഒരു അവസ്ഥയല്ലല്ലോ. അപ്പോൾ അന്നത്തെ ശാസ്ത്ര പുരോഗതിയെക്കുറിച്ചൊക്കെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. മാനവനിന്ന് മയങ്ങുകയെല്ലവനോടി തേടുകയാണ് ഈ മണ്ണിലടങ്ങിയ മായകളും മറിമായങ്ങൾ. മാനസശാന്തി ലഭിച്ചിട്ടില്ലെന്നാലും മാനവനിന്ന് മാനത്തേക്ക് പറക്കാനില്ല പ്രയാസങ്ങൾ.
മീനുകളെപ്പോലെ അവൻ ഇന്നാഴിയിലൂടെ കളിച്ച് പുളക്കുന്നു, മേൽപോട്ടേക്ക് പരുന്തുകളെയും വെല്ലുവിളിച്ചു പറക്കുന്നു. മനയിലിരുന്നത് മറുനാടുകളിൽ നിൽക്കുന്നോരെ വിളിക്കുന്നു, മിന്നൽ കണക്കവൻ മലകളും മാറും കുന്നും വിട്ട് കടക്കുന്നു. വീട്ടിലിരുന്നു വിദൂര വാർത്താവിശേഷമറിഞ്ഞു, തെറ്റുവരാതെ പകർത്തിയെടുക്കാം, ടേപ്പ് റിക്കാർഡ് അതിലേക്ക് കൊടുക്കാം. ലേറ്റായി സ്വിച്ചൊന്ന് തിരിച്ചാൽ കാറ്റായി, മറ്റൊന്ന് പിടിച്ചാൽ വേറൊരു സ്വിച്ചിലമർത്തുക, വെള്ളം വേണ്ടതുപോലെ ലഭിച്ചിടുമല്ലോ. സ്വിച്ചുകൾ അനവധി വേറെയുമുണ്ട് ഈ ലോകം, ചുട്ടുകരിക്കാൻ അക്ഷണം അവനിന്നൊറ്റ മിനുട്ട ആവശ്യം. വെച്ചവനിന്നിരു കാലുകൾ അങ്ങാകാശം തന്നിലുദിക്കും, വെള്ളി വിളക്കിൻ വിരിമാറിൽ പല പ്രാവശ്യം. പച്ചില തിന്നു വളർന്ന പുരാതന മർത്യൻ പോറ്റിയ കുഞ്ഞുങ്ങൾ, പടിപടിയായി വളർന്നവരിന്നുണ്ടാക്കിയതാണ് ഈ നേട്ടങ്ങൾ. അച്ചടി തൊട്ടങ്ങപ്പോളോ വരെ കണ്ടില്ലേ മറിമായങ്ങൾ, അവസാനിച്ചില്ലെവിടെയും അവനിന്നാർജിച്ചുൾ മഹത്വങ്ങൾ. ഇച്ഛിച്ചതാകെയും ഇന്ന് ഈ ലോകത്തുണ്ട് നരന്, വൈദ്യുതി എന്ന മഹാമറിമായം വിസ്മയജനകമടുക്കലപായം. തൊട്ടാൽ ജീവൻ വിടവാങ്ങും, കേട്ടാൽ ജനമാകെ കുടുങ്ങും, വേലയെടുത്തലയേണ്ട മനുഷ്യൻ വേണ്ടതിനൊക്കെയുമുണ്ടിത മിഷ്യൻ. ഇങ്ങനെ തുടർന്ന് പോകുന്ന ഒരു പാട്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അത്. മാഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടുകാരനാരാ? ഒരു മാപ്പിള പാട്ടുകാരൻ. പാട്ട് ഗായകനാണോ ഉദ്ദേശിച്ചത്? ഗായകൻ. പഴയ കാലത്ത് എനിക്ക് വി എം കുട്ടി, ഇരഞ്ഞോളി മൂസ ഇവരോടൊക്കെ നല്ല താല്പര്യമായിരുന്നു. കാരണം ഇരഞ്ഞോളി മൂസ ഒരു പാട്ട് അദ്ദേഹത്തിന് കിട്ടിയാൽ അദ്ദേഹം ഒരുപാട് അതിന് പരിശീലനം നടത്തി അത് ബൈഹാർട്ട് പഠിച്ചതിന് ശേഷം അയാൾ പാടും. നോക്കിയല്ല, ബൈഹാർട്ട് പഠിക്കുക അയാൾ. എന്നിട്ട് അയാളുടേതായൊരു ശൈലിയിൽ ആ പാട്ട് കൊണ്ടുപോയിട്ട് അയാൾ പഠിക്കുക. വി എം കുട്ടി എന്ന് പറഞ്ഞാൽ പാട്ടിനെക്കുറിച്ച് നല്ല അവഗാഹമുള്ളൊരു വ്യക്തിയാണ്. അയാളെ പാട്ട് അത്രമാത്രം സ്വരഭംഗിയൊന്നും ഇല്ലെങ്കിലും അയാൾക്ക് പാട്ടിനെക്കുറിച്ച് ഏറ്റവും നല്ല മാപ്പിളപ്പാട്ട് രംഗത്ത് അറിവുള്ള ഒരു വ്യക്തിയാണ്. അതിനുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് വി എം കുട്ടി. അങ്ങനെ അവരോടൊക്കെ എനിക്ക് കേട്ടത്. എറിഞ്ഞോളി മൂസയായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ? അങ്ങനെ കാര്യമായ അനുഭവങ്ങളൊന്നുമില്ല. മൂസ സാഹിബിനെ പല പ്രാവശ്യം നമ്മൾ ആ ചാന്ത് പാഷ എന്നൊരു സംഗീത സംവിധായകനാണ്, അയാളുമായിട്ടുള്ള ബന്ധത്തിലാണ് മൂസക്കായിട്ടുള്ള ബന്ധം. അപ്പോൾ മൂസക്ക പാട്ടൊക്കെ എഴുതി കൊടുക്കാനല്ല ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ഞാനങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ മൂസക്കൊക്കെ ഒന്ന് ഞാൻ എൻ്റെ ഒരു പാട്ടൊക്കെ കൊടുത്തു നോക്കിയാൽ ഒരു പാട്ടാവൂല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് പെട്ടെന്നു ഞാൻ കൊടുത്തിട്ടില്ല മറ്റേ. അപ്പോൾ അന്ന് കടമേരിയൊക്കെ ഞങ്ങൾ ചില പരിപാടിക്കൊക്കെ മൂസക്ക വന്ന് ഇങ്ങനെ ഇരുന്ന് പറയാൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രമാത്രമുള്ളൊരു അല്ലാതെ ഇല്ലാത്ത ബന്ധം. മൂസക്കാൻ്റെ പാട്ടിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? മൂസക്കാൻ്റെ പാട്ടിൽ എനിക്ക് നഫ്സിനെ കണ്ടാൽ അറിയാത്ത എന്ന് പറഞ്ഞ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പിന്നെ മിറാജ് രാവിലെ കാറ്റ്, അതൊക്കെ അയാളുടെ പാട്ടൊക്കെ ഏകദേശം നല്ല ഒരു സുഖമുള്ള പാട്ടുകളായിട്ട് എനിക്ക്. വി എം കുട്ടിയായിട്ടുള്ള ബന്ധം? വി എം കുട്ടിയായിട്ട് നല്ല ബന്ധമാണ്. വി എം കുട്ടി പിന്നെ നേരത്തെ പുളിക്കൽ ആണല്ലോ വി എം കുട്ടിയുടെ സ്വന്തം സ്ഥലം. അപ്പോൾ ഈ പാട്ട് ജഡ്ജിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും അയാളെ കാണുകയും പല സംശയങ്ങൾ ചോദിക്കുകയും ചില ഈ സെമിനാറും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ വി എം കുട്ടീൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടാവും. അവിടെ നിന്നൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ആ പരിചയം കൂടി വന്ന് വാണിമേലിൽ 2 ദിവസം ഞങ്ങളൊരു ഗാനം കളിച്ചിരുന്നു. അന്ന് മാപ്പിള കലാ സാഹിത്യ വേദി എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയിൽ ഒരു ദിവസം വൈകുന്നേരമാണ് വി എം കുട്ടിയും അന്ന് ഉച്ചയ്ക്ക് ശേഷം വി എം കുട്ടീൻ്റെ ക്ലാസ്സും വൈകുന്നേരം അയാളെ ടീമിൻ്റെ പാട്ടും മാപ്പിളപ്പാട്ട്. അന്ന് വി എം കുട്ടി മാപ്പിളപ്പാട്ടുകൾ മാത്രമാണ്. കാരണം അന്ന് ഈ സെമിനാറിൽ വി എം കുട്ടിയുടെ നിശിതമായി വിമർശിച്ച് കെ അബൂബക്കർ മാഷ് പ്രസംഗിക്കുകയൊക്കെ ചെയ്തപ്പോൾ വി എം കുട്ടി പറഞ്ഞ്, ഞാനിങ്ങനെ പാടാൻ കാരണം ജനങ്ങളാണ്. ശരിയായ പാട്ടുകൾ പാടിയാൽ ജനങ്ങൾ ഇഷ്ടപ്പെടില്ല, അപ്പോൾ നമുക്ക് ജോലി ഇല്ലാണ്ടാവും. അപ്പോൾ ഞാനിതാ ഇവിടെ ശരിയായ പാട്ടുകൾ പാടുന്നത്, ശരിയായ മാപ്പിളപ്പാട്ടുകൾ പാടി ഏറ്റവും കൂടുതൽ ഒരു ജനങ്ങളെ സപ്പോർട്ട് കിട്ടുകയും അന്ന് വി എം കുട്ടി പറഞ്ഞത്, എനിക്ക് ഇത്രയും സന്തോഷകരമായ ഒരു പരിപാടി ഞാൻ അവതരിപ്പിച്ചില്ല. വാണിമേലിൽ ക്രസൻ്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയൊരു പരിപാടി വൈകുന്നേരം. ഞങ്ങൾ കാശൊന്നും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അയാളൊരു പിന്നെ വണ്ടി പൈസ മാത്രം. ഞാൻ പറഞ്ഞതാ ഇത് നിങ്ങളെ അന്ന് 5 പൈസ മാത്രം. അയാൾക്ക് അത് ഒരു വിഷയമല്ലായിരുന്നു. അപ്പോൾ ആ ബന്ധത്തിൻ്റെ പേരിലാണ് അതൊക്കെ അങ്ങനെ ആയത്. പുതിയ ഗായകരിൽ മാഷക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരാളെ കുറിച്ച് പറയൂ. പുതിയ കാലത്ത് ഇപ്പോൾ ഈ റിയാലിറ്റി ഷോ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പാട്ടുകാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ നമുക്കിങ്ങനെ എടുത്തു പറയാനില്ല. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള പാട്ടുകാരോട് എനിക്ക് എടപ്പാൾ ബാപ്പു എന്ന് പറഞ്ഞ ഗായകനുണ്ടല്ലോ,
അയാളെ എനിക്കിഷ്ടമാണ്. അയാളെ പാട്ടും അയാളുടെ ആ ശബ്ദ രീതിയൊക്കെ. അയാളുടെ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ രണ്ടുപേരും അയാളെ വരികളെന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ ഈ മൊഹീദ്ദീൻ മാലയൊക്കെ അയാളിങ്ങനെ പാടിയിട്ടുണ്ട്. അത്രയല്ലാണ്ട് ഞാൻ ഈ റിയാലിറ്റി ഷോയെ കുറിച്ച് പറഞ്ഞില്ലേ, അത് ശരിക്കും അത് ഭയങ്കര ഇതേപോലെ തന്നെ കലയെ ജനകീയമാക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നും ആളുകൾ പറയുന്നുണ്ട്. മാഷൊരു അഭിപ്രായം എന്താ അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ ചില തെറ്റായ ധാരണകൾ പാട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിലൊരുപാട് നല്ല കലാകാരന്മാരെ വാർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവർ പലരും അതിൽ കൂടി വളർന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ വല്ലാത്ത ഡിമാൻഡുള്ള ആളുകളായി വലിയ ആ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ നല്ല പാട്ടുകാരൊക്കെ അതിലുണ്ട്. നല്ല പാട്ടുകാരെ വളർത്തിയെടുക്കാനും പഠിക്കാനൊക്കെ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ചില ചെറിയ കുട്ടികളുടെയൊക്കെ പാട്ടൊക്കെ കേട്ടാൽ ഇവർക്ക് ഇത്ര കഴിവെങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ അതാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ആരായാലും നല്ല പാട്ടുകാരെന്ന് പറയാം. ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ടുകാരിങ്ങനെ പുതിയ നല്ല പാട്ടുകാർ വന്നുകൊണ്ടിരിക്കുക. ഇതിൽ ഈ റിയാലിറ്റി ഷോകളിലെ പാട്ടിന് പ്രാധാന്യം കുറയും, ഈ പെർഫോമൻസിന് പ്രാധാന്യം കൂടുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും മാപ്പിളപ്പാട്ടിന് ഗുണം ഉണ്ടാക്കുമോ? ഇല്ല, അത് ഗുണം ഉണ്ടാക്കില്ല. അത് പിന്നെ പാട്ടിന് പ്രാധാന്യം കൊടുക്കണം. പെർഫോമൻസിനാണിപ്പോൾ കൂടുതൽ ഇവരുടെ ആകാരവടിവും മറ്റുമൊക്കെ നോക്കിയാണ് പലപ്പോഴും അവർക്ക് കിട്ടുന്നത്. പക്ഷേ പാട്ടിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ ഇവരുടെ വേറെ ചില ബിസിനസ് തന്ത്രമുള്ളത് കൊണ്ട് അതങ്ങനെ പോകുന്നതാണ്. അത് നമുക്ക് ഇതിൽ പെടുത്തി പറയേണ്ടതല്ല. പക്ഷേ ഈ മാപ്പിള കലകളുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു പരിശീലകനാണ്, കുട്ടികളുടെ അടുത്തൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണോ, കർക്കശക്കാരനാണോ? അങ്ങനെ മാത്രമൊന്നുമില്ല. അങ്ങനത്തെ ഒരു കർക്കശക്കാരെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ പരിശീലിപ്പിക്കുമ്പോൾ ഈ കുറച്ച് കാർക്കശ്യം വേണ്ടി വരും. കാരണം നമ്മൾ വളരെ ലൂസായി കഴിഞ്ഞാൽ അവരും ലൂസായി ഇത് പഠിപ്പിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ നല്ലത് കുറച്ചൊരു കാർക്കശ്യം ഉണ്ടാവും. പിന്നെ പരമാവധി നല്ല മിംഗ്ലിങ്ങിൽ തന്നെ കാര്യങ്ങൾ പോകും. അപ്പോഴാണ് വേഗം പഠിക്കുക. പക്ഷെ അത് ആദ്യം വരെ എങ്ങനെയെന്നുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെ രീതി മാറ്റേണ്ടി വരും. നമ്മൾ അവസാനത്തെ ചോദ്യമാണ്. ഇപ്പം മാഷ് ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ കടന്ന ഒരാളാണ്. ഇപ്പം നാട് മൊത്തം ഭയങ്കര ക്ഷാമത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തുള്ള ഒരു കുട്ടിക്കാലം, അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ അധ്യാപകൻ എന്നുള്ള രീതിയിൽ, കലാപരിശീലകൻ എന്നുള്ള രീതിയിൽ, ജഡ്ജ് എന്നുള്ള രീതിയിൽ, അപ്പോൾ ഇങ്ങനെ ജീവിതം പോയിട്ട് മാഷ് ഇപ്പോൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞു, ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാഷ് സത്യത്തിൽ ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം ജീവിതം മാഷെ പഠിപ്പിച്ചൊരു പ്രധാന കാര്യം എന്താ? ജീവിതം പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശ ഒന്നിനും ഉണ്ടാവരുത്. നമ്മളെപ്പോഴും ഒരു ആശ വെച്ചുകൊണ്ടേ നടക്കാവും. എനിക്കത് കഴിയില്ല എന്നൊന്നും വിചാരിക്കണ്ട. കാര്യങ്ങളൊക്കെ ഇനി ഞാനത് നോക്കിയിട്ട് കാര്യമില്ല, ഇനി ഞാൻ ആ ഭാഗം നോക്കണ്ട, അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടുന്നില്ല. വരുന്നിടത്ത് വെച്ച് കാണാം, കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോവും. പിന്നെ ഒന്നും നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലൊന്നുമല്ല കാര്യങ്ങൾ പോവുക. നമ്മളൊരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് ചില ഒരു വ്യതിരക്തത നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അന്നേരം നമ്മൾ പ്രയാസപ്പെട്ടൊരു കാര്യമില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അങ്ങനെ അങ്ങ് പോവുക. പിന്നെ ഏതായാലും ഞാനൊരു അധ്യാപകനാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയല്ല. ആ നിലക്കുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നെ ആക്കിയതൊരു അധ്യാപകനാണ്. അതൊക്കെ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഒന്നും പ്രവർത്തിച്ചിട്ടല്ല. അങ്ങനെയല്ല എൻ്റെ പ്രവർത്തനമൊന്നും. അങ്ങ് പോയി അങ്ങനെ വന്ന് ഇങ്ങനെ അധ്യാപകനായി. പിന്നെ ഞാൻ ഇപ്പോൾ വാണിമേൽ സ്കൂളിൽ അധ്യാപകനാകാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ അതെൻ്റെ ഒരു കാലതാമസം കൊണ്ട് ആ പോസ്റ്റ് പോയതാണ്. അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പിന്നെ പൊതുവിൽ ജീവിതം തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു നിരാശപ്പെടേണ്ട രൂപത്തിലുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇത്രയൊക്കെ ആയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതൊന്നും ആവേണ്ട ഒരാളല്ല ഞാൻ. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു സർക്കാർ ജോലിയൊക്കെ കിട്ടി, നല്ല വീടും കുടുംബവും കുട്ടികളും, സന്തോഷകരമാണ്. ഈ റിട്ടയർമെൻറ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് കുറേ അധികം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണെന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. അപ്പം മാഷും അതേപോലെ തന്നെ ഇനിയുള്ള കാലത്ത് ഇത്രയും കാലത്തേക്കാൾ കൂടുതൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള വളരെ ഗംഭീരമായ സംഭാവനകൾ നൽകുന്ന ഒരു കാലം ഇനി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ എന്തെല്ലാം എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു സംഭാഷണ പരമ്പര ഈ ആഴ്ചത്തത് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.
ഇനി അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു അതിഥിയായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും.